ഓക്കെ, സൗണ്ട് ചെക്ക് ചെയ്യൂട്ടാ. സൗണ്ട് ചെക്ക് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാണ്. സൗണ്ട് ചെക്ക് ചെയ്യൂ. ഓക്കെ ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കട്ടാ. ടൈം ഓഫ് സപ്ലൈ പാർട്ടിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ടൈം ഓഫ് സപ്ലൈ ഇൻ റിലേഷൻ ടു ഗുഡ്സ് ആണ് പഠിക്കുന്നത്. ആ സെയിം പോയിന്റിൽ ഇൻ കേസ് ഓഫ് ഗുഡ്സ് വിൽക്കുമ്പോൾ ഫോർവേഡ് ചാർജ് ആണെങ്കിൽ ആ ട്രാൻസാക്ഷന്റെ ടൈം ഓഫ് സപ്ലൈ ഇസ് ഇക്വൽ ടു ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പറഞ്ഞ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രകാരം ഡീംഡ് മീൻ ഡേറ്റ് ഓഫ് റിമൂവൽ, ഡേറ്റ് ഓഫ് ഡെലിവറി, ഡേറ്റ് ഓഫ് ടേക്കിംഗ് ദി പൊസിഷൻ ഓഫ് ഗുഡ്സ്, ഡീംഡ് റിമൂവൽ ഡേറ്റ്, ഡീംഡ് ഇൻവോയ്സ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ് കൺസിഡർ ചെയ്യണം. അത് പറഞ്ഞ ഏരിയ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് റെസീപ്റ്റ് ഓഫ് ഗുഡ്സ് ദാറ്റ് ആർ ടാക്സബിൾ അണ്ടർ RCM. ഫോർ എക്സാമ്പിൾ, ഒരു സപ്ലയർ ആയ പാർട്ടി ഗുഡ്സ് വിൽക്കുമ്പോൾ ആ ഗുഡ്സ് റെസിപ്പിയന്റ് ആയ പാർട്ടി വാങ്ങുമ്പോൾ ടാക്സ് കൊടുക്കുന്നില്ല. ഗുഡ്സ് വാങ്ങുമ്പോൾ സെയിം റെസിപ്പിയന്റ് ആയ പാർട്ടി ഗുഡ്സ് കിട്ടിയതിന്റെ ശേഷം വാല്യൂ ഓഫ് ഇൻവേർഡ് സപ്ലൈ പർച്ചേസ് എമൗണ്ട് എത്രയാണോ ആ സെയിം എമൗണ്ടിന്റെ ടാക്സ് എമൗണ്ട് RCM പ്രകാരം റെസിപ്പിയന്റ് ആയ പാർട്ടി അടക്കും. RCM. ഇൻ കേസ് ഓഫ് RCM പ്രകാരമാണ് ഗുഡ്സ് വിൽക്കുന്നതെങ്കിൽ ആ ട്രാൻസാക്ഷൻ സപ്ലയർ ആയ പാർട്ടി സെയിൽസ് ആയി കാണിക്കേണ്ട ഡേറ്റ് ഈസ് ഈക്വൽ ടു ഏർലിയർ ഓഫ് ദി ഫോളോയിങ് 3 പോയിന്റ്. താഴെ പറയുന്ന 3 ഡേറ്റ് ആണ്. ആ ഡേറ്റിൽ ഏതാണോ ഏർലിയർ പോയിന്റ് അതാണ് ടൈം ഓഫ് സപ്ലൈ. നിങ്ങൾ പോയിന്റ് കാണിക്കുമ്പോൾ ഒന്ന് ഡേറ്റ് ഓൺ വിച്ച് ഗുഡ്സ് റിസീവ്ഡ്. ഞാൻ ഓൾറെഡി സപ്ലയർ ആയ പാർട്ടി ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ റെസിപ്പിയന്റ് ആയ പാർട്ടി എന്നാണോ ഗുഡ്സ് കിട്ടുന്നത് ആ ഡേറ്റ് ഓൺ വിച്ച് ഗുഡ്സ് റിസീവ്ഡ്. രണ്ടാമത് ഡേറ്റ് ഓൺ വിച്ച് പേയ്മെന്റ് ഈസ് മെയ്ഡ്. തേർഡ് വൺ ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ഇൻവോയ്സ് ഡേറ്റ് കഴിഞ്ഞ് ക്ലിയർ 30 days. ക്ലിയർ 30 days മീൻ ഇൻവോയ്സ് ഡേറ്റ് കഴിഞ്ഞ് 31 days. ഇൻവോയ്സ് ഡേറ്റ് കഴിഞ്ഞ് ക്ലിയർ 30 days മീൻ 31 day ആണ് കൗണ്ട് ചെയ്യേണ്ടത്. 31 days. ഓൾറെഡി ഇവിടെ 3 പോയിന്റ് പഠിക്കുമ്പോൾ ഒന്ന് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്, രണ്ടാമത് ഡേറ്റ് ഓഫ് പേയ്മെന്റ്, തേർഡ് പോയിന്റ് ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ഈ ഡേറ്റിൽ ഏതാണോ ഏർലിയർ പോയിന്റ് ആ പോയിന്റ് ആണ് സപ്ലയർ ആയ പാർട്ടി ഗുഡ്സ് വിൽക്കുമ്പോൾ ആ ഗുഡ്സ് RCM പ്രകാരം ടാക്സ് വരുന്ന കേസ് ആണെങ്കിൽ GST പ്രകാരം സെയിൽസ് ആയി കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ പഠിക്കുമ്പോൾ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആണ്. ഡേറ്റ് ഓഫ് പേയ്മെന്റ് മീൻ ഗുഡ്സ് വിൽക്കുമ്പോൾ വാങ്ങുന്ന പാർട്ടി പേയ്മെന്റ് കൊടുക്കും. ഈ പേയ്മെന്റ് ഡേറ്റ് ആണ് നോർമലി ഡേറ്റ് ഓഫ് പേയ്മെന്റ്. വാങ്ങുന്ന പാർട്ടി കൊടുക്കുന്നത് ക്യാഷ് ആണെങ്കിൽ ആ ക്യാഷ് ആയി കൊടുക്കുന്ന ഡേറ്റ് ആണ് ഡേറ്റ് ഓഫ് പേയ്മെന്റ്. ചിലപ്പോ വാങ്ങുന്ന പാർട്ടി
എമൗണ്ട് കൊടുക്കുന്ന അതർ ദാൻ ക്യാഷ്, മേ ബി ചെക്ക് ആവാം, ഡി ഡി ആവാം. ചെക്കോ ഡി ഡിയോ ആണെങ്കിൽ, അതർ ദാൻ ക്യാഷ് ആണെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് പേയ്മെന്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം ടു ഡേറ്റ് ഓഫ് ബുക്ക് എൻട്രി ആൻഡ് ഡേറ്റ് ഓഫ് ബാങ്ക് എൻട്രി, ഡേറ്റ് ഓഫ് ബുക്ക് എൻട്രി ആൻഡ് ഡേറ്റ് ഓഫ് ബാങ്ക് എൻട്രി തരും ക്വസ്റ്റ്യൻ പ്രകാരം. ആ ഡേറ്റ് ഓഫ് ബുക്ക് എൻട്രിയും ഡേറ്റ് ഓഫ് ബാങ്ക് എൻട്രിയും കമ്പയർ ചെയ്യാം. അതിൽ ഏതാണോ ഏർലിയർ പോയിന്റ്, ആ പോയിന്റ് ആണ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആയിട്ട് എടുക്കേണ്ടത്. റിവൈൻഡ് ചെയ്യാം. പഠിക്കുന്നതിൽ ടൈം ഓഫ് സപ്ലൈ ഇൻ റിലേഷൻ ടു ഗുഡ്സ് ആണ്. അതിൽ ആർ സി എം ആണ്. ആർ സി എം പഠിക്കുമ്പോൾ ആർ സി എം പോയിന്റ് പ്രകാരം പഠിക്കുമ്പോൾ ടൈം ഓഫ് സപ്ലൈസ് ഈക്വൽ ടു ഏർലിയർ ഓഫ് ദി ഫോളോയിങ് 3 പോയിന്റ് ആണ്. ഒരു പോയിന്റ് ആണ് ഡേറ്റ് ഓൺ വിച്ച് ഗുഡ്സ് റിസീവ്ഡ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഡേറ്റ് ഓൺ വിച്ച് പേയ്മെന്റ് ഈസ് മെയ്ഡ്. തേർഡ് വൺ ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് 30 days ഫ്രം ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. ഇൻവോയ്സ് ഡേറ്റ് കഴിഞ്ഞ് ക്ലിയർ, ഇൻവോയ്സ് ഡേറ്റ് കഴിഞ്ഞ് ക്ലിയർ 30 days. ഏതാണോ ഏർലിയർ, ആ ഏർലിയർ പോയിന്റ് ആണ് ടൈം ഓഫ് സപ്ലൈ ആയി എടുക്കേണ്ടത്. പിന്നെ പഠിക്കുമ്പോൾ ഈ ഡേറ്റ് ഓഫ് പേയ്മെന്റ് കാണുമ്പോൾ ഗുഡ്സ് വാങ്ങുന്ന പാർട്ടി പേയ്മെന്റ് കൊടുക്കുന്ന, മേ ബി ക്യാഷ് ആവാം, അതർ ദാൻ ക്യാഷ് ആവാം. ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എന്നാണോ ക്യാഷ് കൊടുക്കുന്നത് ആ ഡേറ്റ് ആണ് ഡേറ്റ് ഓഫ് പേയ്മെന്റ്. മേ ബി ഇൻ കേസ് ഓഫ് പേയ്മെന്റ് കൊടുക്കുന്ന അതർ ദാൻ ക്യാഷ് ആണെങ്കിൽ, എക്സാമ്പിൾ ചെക്കോ ഡി ഡിയോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് പ്രൊമിസറി നോട്ടോ ആണെങ്കിൽ, നിങ്ങൾ ഡേറ്റ് ഓഫ് പേയ്മെന്റ് എടുക്കുമ്പോൾ ഏർലിയർ ഓഫ് ദി ഫോളോയിങ് 2 എൻട്രി മീൻ ഡേറ്റ് ഓഫ് ബുക്ക് എൻട്രി ആൻഡ് ഡേറ്റ് ഓഫ് ബാങ്ക് എൻട്രി. ഏതാണോ ഏർലിയർ പോയിന്റ്, ഈ പോയിന്റ് ആണ് നിങ്ങൾ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇതാണ് ആർ സി എം പ്രകാരം പഠിക്കുന്ന ഏരിയ. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് ഈ ഏരിയ വരുന്നത്. മിസ്റ്റർ എ രജിസ്റ്റേർഡ് പേഴ്സൺ റിസീവ്ഡ് ഗുഡ്സ് ഫ്രം എസ് ആൻഡ് അൺരജിസ്റ്റേർഡ് ഡീലർ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഒരു സപ്ലയർ ആയ പാർട്ടി അൺരജിസ്റ്റേർഡ് പാർട്ടിയും ഗുഡ്സ് വാങ്ങുന്ന പാർട്ടി രജിസ്റ്റേർഡ് പാർട്ടിയുമാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ ആർ സി എം ആണ് അട്രാക്ട് ചെയ്യുക. മിസ്റ്റർ എ രജിസ്റ്റേർഡ് പേഴ്സൺ റിസീവ്ഡ് ഗുഡ്സ് ഫ്രം മിസ്റ്റർ എസ് ആൻഡ് അൺരജിസ്റ്റേർഡ് ഡീലർ. Mr. S issue invoice on 1st July 2020. Find time of supply of goods in the following independent cases. First one, Mr. R received goods on 15th July. Payment of which is not made. Second point, Mr. R received goods on 3rd August. Payment made on 4th August. Third one, Mr. A made payment on 8th July, received goods on the same date. Fourth one, Mr. A received goods on 10th July, made payment for the same on 9th July. നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കട്ടെ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ
ഷെയറിംഗ് കാണുന്നില്ലേ? ഷെയറിംഗ് എക്സൽ കാണുന്നില്ലേ? വെയിറ്റ്. ഓക്കെ അല്ലേ? എക്സൽ ഓക്കെ അല്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് TOS ബ്രാക്കറ്റില് RCM ആണ്, ഗുഡ്സ് ആണ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഓൾറെഡി RCM പ്രകാരം ചെയ്യുമ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ ഓൾറെഡി തിയറി പാർട്ട് പ്രകാരം കറക്റ്റ് ആയി പറയുന്ന ഏർലിയർ ഓഫ് ദി ഫോളോയിങ് 3 പോയിന്റ് ആണ്, 3 പോയിന്റ് ആണ്. ആ 3 പോയിന്റിൽ ഏതാണോ ഏർലിയർ നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളം സീരിയൽ നമ്പർ, പിന്നെ വേണ്ടത് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ആണ്. ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ആണ്. ആ തിയറി പ്രകാരം ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് വേണം. രണ്ടാമത്തെ ഡേറ്റ് ഓഫ് പേയ്മെന്റ് വേണം. രണ്ടാമത്തെ കോളമായിട്ട്. മൂന്നാമത്തെ കോളം വേണ്ട ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി. തിയറി ഇമ്മീഡിയറ്റ്ലി 30 days. ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആണ്. ലാസ്റ്റ് കോളം ആണ് TOS, ടൈം ഓഫ് സപ്ലൈ. ഇതാണ് വേണ്ട ഐറ്റം. ഒരു 3 പോയിന്റ് വരും. ആ 3 പോയിന്റ് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ ഏർലിയർ ഡേറ്റ് ആ ഡേറ്റ് ആണ് GST ആക്ട് പ്രകാരം സപ്ലയർ ആയ പാർട്ടി സെയിൽസ് ആയി കാണിക്കേണ്ട ഡേറ്റ്. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് അറിയുന്ന പോയിന്റ് ഫില്ല് ചെയ്യുക. ഫസ്റ്റ് അറിയുന്ന പോയിന്റ് അതുപോലെ ഫില്ല് ചെയ്യാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ സീരിയൽ നമ്പർ 4 കേസ് ആണ്. സീരിയൽ നമ്പർ 1, സീരിയൽ നമ്പർ 2, സീരിയൽ നമ്പർ 3, ദെൻ സീരിയൽ നമ്പർ 4. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വായിക്കുമ്പോൾ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് 15th July ആണ്. ഫസ്റ്റ് പോയിന്റ് ഡേറ്റ് 15th July 2020. ഫസ്റ്റ് ഡേറ്റ് ഓഫ് കറസ്പോണ്ട് ഡേറ്റ് ആണ് വരുന്നത് 15 July. ഡേറ്റ് ഓഫ് പേയ്മെന്റ് ക്വസ്റ്റ്യൻ പേയ്മെന്റ് ഓഫ് ഇസ് നോട്ട് യെറ്റ് മെയ്ഡ് എന്നാണ്. പേയ്മെന്റ് കോളത്തിൽ ഒന്നും കാണിക്കണ്ട, ബ്ലാങ്ക് ഇടാം. പേയ്മെന്റ് കോളത്തിൽ ബ്ലാങ്ക് ഇടാം, ഒന്നും വരുന്നില്ല. ദെൻ തേർഡ് കോളത്തിൽ എന്തായിരുന്നു? ഇൻവോയ്സ് ഡേറ്റ് കഴിഞ്ഞ് ക്ലിയർ 30 days. ഇൻവോയ്സ് ഡേറ്റ് കഴിഞ്ഞ് ക്ലിയർ 30. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇൻവോയ്സ് ഡേറ്റ് ആണ് 1st July. ജൂലൈ മാസത്തിൽ 31 ആണ് വരുന്നത്. ജൂലൈ 1-നാണ് ഇൻവോയ്സ് ഡേറ്റ്. ഇനി ആ മന്തിൽ 30 ദിവസമാണ് ഇനി ബാലൻസ് ഉണ്ടാവുക. അപ്പോൾ ഓൾറെഡി 30 ദിവസം ആഡ് ചെയ്യുമ്പോൾ എവിടെ എത്തും? 31st എത്തും. 31st July എത്തും. നെക്സ്റ്റ് ഡേ മീൻ 1st August 2020. ഡേറ്റ് മാറിപ്പോയത്. ഇൻവോയ്സ് ഡേറ്റ് കഴിഞ്ഞ് ക്ലിയർ 30 days മീൻ ജൂലൈ 1-ാം തീയതിയാണ് ഇൻവോയ്സ് ഡേറ്റ്. നിങ്ങൾ ജൂലൈ 1-നോട് കൂടി 30 ആഡ് ചെയ്യുമ്പോൾ എവിടെ എത്തി? 31 July ആയി. നെക്സ്റ്റ് ഡേ മീൻ 1st August. നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ഏർലിയർ മീൻ 15th July 2020 ആണ് ഏർലിയർ ഡേറ്റ് ടൈം ഓഫ് സപ്ലൈ. ഇതാണ് കൺസെപ്റ്റ്. 15th July. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ സീരിയൽ നമ്പർ 2 പ്രകാരം നോക്കുമ്പോൾ റിസീവ്ഡ് ഗുഡ്സ് ഓൺ 3rd August. ഡേറ്റ് ഓഫ് റെസീറ്റ് ആണ് 3rd August 2020. 3rd August 2020. ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആണ്. ഡേറ്റ് ഓഫ് പേയ്മെന്റ് മീൻ 4th August. ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആണ് 4th August 2020. Then date immediate same date ആണ് 1/8/2020.
2020 നിങ്ങൾ ഏർലിയർ കമ്പയർ ചെയ്യുമ്പോൾ ഏർലിയർ മീൻ ഏതാണ് 1/8. ഈ 1/8/2020 ടൈം ഓഫ് സപ്ലൈ. രണ്ടാമത്തെ കേസിൽ തേർഡ് കേസ് കമ്പയർ ചെയ്യുമ്പോൾ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആൻഡ് ഡേറ്റ് ഓഫ് റിസീപ്റ്റ് 8th July ആണ്. നിങ്ങൾ ചെയ്യുമ്പോൾ 8th July 2020. സെക്കൻഡ് കോളം അഗെയിൻ 8th July 2020 ആണ് സെക്കൻഡ് കോളം. തേർഡ് കോളം അഗെയിൻ ഫസ്റ്റ് ഡേറ്റ് 1st August 2020. ഏർലിയർ ഡേറ്റ് മീൻ ഏതാണ്? ഏർലിയർ മീൻ 8th July ആണ്. 8th July ആണ്. 8th July 2020. ലാസ്റ്റ് വൺ നോക്കും. ലാസ്റ്റ് വൺ കമ്പയർ ചെയ്യുമ്പോൾ received on 10th July, payment on 9th July. Date of receipt mean 10th July 2020. Date of payment 9th July 2020. Date of immediately 1st August 2020. Earlier date mean ഏതാണ്? 9th July 2020. പെട്ടെന്ന് ചെയ്യും. നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഏതാണ് റിക്വയർമെന്റ് വരുന്നത്? റിക്വയർമെന്റ് വരുന്നത് 3 കോളാണ്. ആ 3 കോളം ഫില്ല് ചെയ്യാം. ആ 3 കോളം ഫില്ല് ചെയ്ത് ആ തന്ന ഡേറ്റിൽ ഏതാണ് ഏർലിയർ പോയിന്റ്, അതാണ് ടൈം ഓഫ് സപ്ലൈ. പെട്ടെന്ന് ചെയ്യും. ക്വസ്റ്റ്യൻ ചെയ്യുക, ഡൗട്ടിന് ചോദിക്കട്ടാ. കംപ്ലീറ്റ് ആയാലും പറയാം. കംപ്ലീറ്റ് പറയട്ടാ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയാലും പറയണം. ഓക്കെ. ഡൗട്ട് ഉണ്ടോ? പ്രൊവിഷൻ ഓക്കെയാണോ? ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. തേർഡ് മൂന്നാമത്തെ ഓപ്ഷനായി പറയുന്ന സെക്ഷൻ നമ്പർ 12 ആണ്. ഗുഡ്സ് വിൽക്കുമ്പോൾ ഒന്നെങ്കിൽ ഫോർവേഡ് ചാർജ് ആണെങ്കിൽ ആ ട്രാൻസാക്ഷന്റെ ടൈം ഓഫ് സപ്ലൈ മീൻ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ഫസ്റ്റ് പാർട്ട് പറഞ്ഞു. രണ്ടാമത് ഗുഡ്സ് വിൽക്കുമ്പോൾ RCM ആണെങ്കിൽ ആ ട്രാൻസാക്ഷന്റെ ടൈം ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു earlier of the following 3 പോയിന്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്. സെക്കൻഡ് പോയിന്റ് ഡേറ്റ് ഓഫ് പേയ്മെന്റ്. തേർഡ് പോയിന്റ് ആണ് ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി 30 days ഫ്രം ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ഇനി മൂന്നാമത്തെ കൺസെപ്റ്റ് ആണ് വൗച്ചർ ഓർ കൂപ്പൺ കാർഡ്. എക്സാമ്പിൾ
നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടെക്സ്റ്റൈൽസിലാണ് പോകുന്നതെങ്കിൽ ടെക്സ്റ്റൈൽസ് പോയിട്ട് ഒരു 10,000 എമൗണ്ടിന്റെ പർച്ചേസ് ചെയ്തു, ടെക്സ്റ്റൈൽ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. ഈ ടെക്സ്റ്റൈൽ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ ടെക്സ്റ്റൈൽ പാർട്ടി നിങ്ങളെ കയ്യിൽ ടാക്സ് എമൗണ്ട് വാങ്ങും. ആ ടാക്സ് എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ കൺസെപ്റ്റ് ആണ് ഫോർവേഡ് ചാർജ്, ഡൗട്ട് ഫോർവേഡ് ചാർജ് ആണ്. അങ്ങനെ നിങ്ങൾ ഗുഡ്സ് വാങ്ങി, ആ ഗുഡ്സ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് സപ്ലയർ ആയ പാർട്ടി കൂപ്പൺ കാർഡ് തരും, വൗച്ചർ എന്ന് പറയും. 500 രൂപയുടെ കൂപ്പൺ കാർഡോ അല്ലെങ്കിൽ 200 രൂപയുടെ കൂപ്പൺ കാർഡ് തരും. അങ്ങനെ കൂപ്പൺ കാർഡ് മീൻ വൗച്ചർ ആണ് തരും. എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 10,000 എമൗണ്ട് ടെക്സ്റ്റൈൽസ് ഐറ്റംസ് വാങ്ങി ബില്ലടക്കുമ്പോൾ നിങ്ങൾ ഷോപ്പ് ഡീലർ ആയ പാർട്ടി കൂപ്പൺ കാർഡ് വൗച്ചർ തരും. കൂപ്പൺ കാർഡ് അല്ലെങ്കിൽ വൗച്ചർ ഈക്വൽ ടു എന്താണ്? ക്യാഷ് ആണ്. ക്യാഷ് പറയാനുള്ള കാരണം, ഞാൻ ഹോൾഡർ ഓഫ് കൂപ്പൺ കാർഡ് ആണെങ്കിൽ എൻ്റെ കയ്യിൽ 500 രൂപയുടെ കൂപ്പൺ കാർഡ് ഉണ്ടെങ്കിൽ ഈ കൂപ്പൺ കാർഡ് പ്രകാരം എനിക്ക് 500 രൂപയുടെ ഏതെങ്കിലും ഗുഡ്സ് വാങ്ങാൻ 500 രൂപയുടെ ഗുഡ്സ് വാങ്ങാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? 500 രൂപക്ക് ഗുഡ്സ് വാങ്ങുമ്പോൾ നിങ്ങൾ ക്യാഷ് കൊടുക്കണ്ട, ആ കൂപ്പൺ കാർഡ് കൊടുത്താൽ ഈക്വൽ ടു ക്യാഷ് ആണ്, ഈക്വൽ ടു സെയിൽ ആണ്. അതുകൊണ്ട് നോർമലി ആ കൂപ്പൺ കാർഡ് കൊടുക്കുമ്പോൾ സെല്ലറായ കൂപ്പൺ കാർഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ സെല്ലറായ പാർട്ടി ഈ കൂപ്പൺ കാർഡ് എനിക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ കൂപ്പൺ കാർഡ് സെയിൽസ് ആയി കാണിക്കേണ്ട ഡേറ്റ് ഈസ് ഈക്വൽ ടു, നോർമലി കൂപ്പൺ കാർഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ ദർ ആർ 2 ടൈപ്സ് ഓഫ് കൂപ്പൺ കാർഡ് ആണ്. ഫസ്റ്റ് വൺ, പ്രോഡക്റ്റ് ആർ ഐഡന്റിഫയബിൾ. രണ്ടാമത് പ്രോഡക്റ്റ് ആർ നോട്ട് ഐഡന്റിഫയബിൾ മീൻ, ഇപ്പൊ ഏതെങ്കിലും ടെക്സ്റ്റൈൽ പാർട്ടി കൂപ്പൺ കാർഡ് തന്നു, ആ ടെക്സ്റ്റൈൽ പാർട്ടി പറഞ്ഞു നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രാൻഡ്, ഒരു ഇന്ന ബ്രാൻഡ് ഓഫ് പാന്റ് അല്ലെങ്കിൽ ഷർട്ട് മാത്രമേ വാങ്ങാൻ പറ്റൂ. അങ്ങനെ ഓൾറെഡി കൂപ്പൺ കാർഡ് 500 രൂപയാണ് കൂപ്പൺ കാർഡ് തരുന്നത്. എനിക്ക് ഏതെങ്കിലും സ്പെസിഫൈഡ് പ്രോഡക്റ്റ്, സ്പെസിഫൈഡ് കമ്മോഡിറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ഗുഡ്സ്, അങ്ങനെ ഏതെങ്കിലും കമ്പനിയുടെ ഗുഡ്സ് മാത്രമേ വാങ്ങാൻ പറ്റുന്നുള്ളെങ്കിൽ കൺസെപ്റ്റ് ആണ് പ്രോഡക്റ്റ് ആർ ഐഡന്റിഫയബിൾ. ചില കേസിൽ 500 രൂപയുടെ കൂപ്പൺ കാർഡ് തരും. ഈ കൂപ്പൺ കാർഡ് പ്രകാരം നിങ്ങൾക്ക് ആ ഷോപ്പിൽ വരുന്ന എനി ഗുഡ്സ് വാങ്ങാം. 500 രൂപക്ക് വാല്യൂ വരുന്ന എനി ഗുഡ്സ് ആണ് വാങ്ങാൻ പറ്റുന്നെങ്കിൽ കൺസെപ്റ്റ് ആണ് പ്രോഡക്റ്റ് ആർ നോട്ട് ഐഡന്റിഫയബിൾ. അങ്ങനെ പ്രോഡക്റ്റ് ആർ ഐഡന്റിഫയബിൾ ആവാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആർ നോട്ട് ഐഡന്റിഫയബിൾ ആവാം. ഒരു സെല്ലറായ പാർട്ടി ഗുഡ്സ് വിൽക്കുമ്പോൾ അതിനോട് കൂടി കൂപ്പൺ കാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈക്വൽ ടു ക്യാഷ് ആണ്, ആ കൂപ്പൺ കാർഡ് ഈക്വൽ ടു സെയിൽ ആണ്. ആ കൂപ്പൺ കാർഡ് പ്രകാരമുള്ള വാല്യൂ സപ്ലയർ ആയ പാർട്ടി സെയിലായി കാണിക്കുമ്പോൾ പ്രോഡക്റ്റ് ആർ ഐഡന്റിഫയബിൾ ആണെങ്കിൽ, ആ കൂപ്പൺ കാർഡ് പ്രകാരം ഇന്ന പ്രോഡക്റ്റ് ആണ് വാങ്ങാൻ പറ്റുന്നെങ്കിൽ, പ്രോഡക്റ്റ് ആർ ഐഡന്റിഫയബിൾ ആണെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ എന്നാണോ ഈ കൂപ്പൺ കാർഡ് കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ആ ഡേറ്റ് ആണ് സപ്ലയർ ആയ പാർട്ടി സെയിലായി കാണിക്കേണ്ടത്. സെയിം ടൈമിൽ സെല്ലറായ പാർട്ടി കൂപ്പൺ കാർഡ് ഇഷ്യൂ ചെയ്യും. ആ കൂപ്പൺ കാർഡ് പ്രകാരം പ്രോഡക്റ്റ് ആർ നോട്ട് ഐഡന്റിഫയബിൾ ആണെങ്കിൽ ഈ കൂപ്പൺ കാർഡ് പ്രകാരം ബയർ, റെസിപ്പിയന്റ് ആയ പാർട്ടി ഏതെങ്കിലും ഐറ്റം പർച്ചേസ് ചെയ്യും. ആ പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ് ആണ് ഡേറ്റ് ഓഫ് റിഡംഷൻ. ആ ഡേറ്റ് ആണ് സെല്ലറായ പാർട്ടി ഈ കൂപ്പൺ കാർഡ് സെയിൽസ് ആയി കാണിക്കേണ്ടത്. റിവൈൻഡ് ചെയ്യാം. 2 ടൈപ്സ് ഓഫ് കൂപ്പൺ കാർഡ് പറഞ്ഞു. ഒന്നെങ്കിൽ പ്രോഡക്റ്റ് ആർ ഐഡന്റിഫയബിൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആർ നോട്ട് ഐഡന്റിഫയബിൾ. ഐഡന്റിഫയബിൾ കൂപ്പൺ കാർഡ് ആണ് ഇഷ്യൂ കൊടുക്കുന്നെങ്കിൽ സെല്ലറായ പാർട്ടി സെയിൽസ് ആയി കാണിക്കേണ്ട ഡേറ്റ് ഇസ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് കൂപ്പൺ കാർഡ്. അതല്ല പ്രോഡക്റ്റ് ആർ നോട്ട് ഐഡന്റിഫയബിൾ അല്ല എങ്കിൽ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് ദി കൂപ്പൺ ആണ് സപ്ലയർ ആയ പാർട്ടി ഈ കൂപ്പൺ കാർഡ് സെയിൽസ് ആയി കാണിക്കേണ്ടത്. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം.
നോക്കട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. Shoppers Stop Store, a large retailer who sell various types of product like ready-made garments, jewelry, cosmetic, fabric, shoe, issued voucher on 10th July 2020 to their prospective customer for enabling them to buy any product from their shop. Customer purchased ready-made garments on 10th August. Find the time of supply. Question വായിക്കുമ്പോൾ ഈ ഷോപ്പിൽ എനി ഓഫ് ദി ഗുഡ്സ് ആണ്. ഒരു ഷോപ്പാണ്. ആ ഷോപ്പിൽ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് വരുന്നുണ്ട്, ജുവല്ലറി വരുന്നുണ്ട്, കോസ്മെറ്റിക് വരുന്നുണ്ട്, ഫാബ്രിക്സ് ഉണ്ട്, ഷൂസ് ഉണ്ട്. ഇങ്ങനെയുള്ള എനി ഐറ്റംസ് ഉള്ള ഷോപ്പാണ്. ആ പാർട്ടിക്കാണ് കൂപ്പൺ കാർഡ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൂപ്പൺ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന 10th ജൂലൈ ആണ്. കൂപ്പൺ കാർഡ് പ്രകാരം പർച്ചേസ് റെഡീം ചെയ്ത് 10th ഓഗസ്റ്റ് ആണ്. സപ്ലയർ ആയ പാർട്ടി ഈ ട്രാൻസാക്ഷനിൽ സെയിൽസ് കാണിക്കേണ്ട ഡേറ്റ് ഈസ് ഈക്വൽ ടു 10th ജൂലൈ ആണോ അത് 20th ഓഗസ്റ്റ് ആണോ? നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് പ്രോഡക്റ്റ് ആർ ഐഡന്റിഫയബിൾ ആണോ, പ്രോഡക്റ്റ് ആർ നോട്ട് ഐഡന്റിഫൈ. ഷോപ്പിലുള്ള എനി അവരുടെ ക്വസ്റ്റ്യൻ enabled to buy any product ആണ്. എനി പ്രോഡക്റ്റ് ഫ്രം ദെയർ ഷോപ്പിൽ വരുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഓപ്ഷൻസ് ആണ്. പ്രോഡക്റ്റ് ആർ നോട്ട് ഐഡന്റിഫയബിൾ ആണ്. പ്രോഡക്റ്റ് ആർ നോട്ട് ഐഡന്റിഫയബിൾ ആണെങ്കിൽ ആ കൂപ്പൺ കാർഡ് സെല്ലറായ പാർട്ടി സെയിൽസ് കാണിക്കേണ്ട ഡേറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് കൂപ്പൺ മീൻ ഡേറ്റ് ഓഫ് പർച്ചേസ് ആണ് 20th ഓഗസ്റ്റ് 2020. അതാണ് ആൻസർ. 12. വെയിറ്റ് ചെയ്യാം. പോയിന്റ് നമ്പർ 11 പ്രകാരം, ക്വസ്റ്റ്യൻ നമ്പർ 11 പ്രകാരം റിലയബിൾ ഇൻഡസ്ട്രീസ് എ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് മാനുഫാക്ചറർ issued the voucher on 10th July 2020 to their prospective customer for enabling them to buy ready-made garments manufactured by them. Only ആ പാർട്ടി റിലയബിൾ ഇൻഡസ്ട്രീസ് മാനുഫാക്ചർ ചെയ്യുന്ന റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ആണ് വാങ്ങാൻ പറ്റുന്നത്. അതിനു വേണ്ടി കറസ്പോണ്ടിങ് കൂപ്പൺ കാർഡ് കൊടുത്തു. അങ്ങനെ വാങ്ങുമ്പോൾ ഒൺലി റെഡിമെയ്ഡ് ഗാർമെന്റ് മാനുഫാക്ചർഡ് ബൈ ദം ആണ്. പ്രോഡക്റ്റ് ആർ ഐഡന്റിഫയബിൾ ആണ്. കസ്റ്റമർ പർച്ചേസ്ഡ് റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ഓൺ 10th ഓഗസ്റ്റ് 2020. ഫൈൻഡ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് കൂപ്പൺ കാർഡ് 10th ജൂലൈ ആണ്. ഡേറ്റ് ഓഫ് റിഡംഷൻ 20th ഓഗസ്റ്റ് ആണ്. ഈ കേസ് ഏതാണ്? പ്രോഡക്റ്റ് അല്ലെങ്കിൽ കൂപ്പൺ കാർഡ് ആർ പ്രോഡക്റ്റ് ആർ ഐഡന്റിഫയബിൾ ആണ്. only ready-made garments manufactured by them, പ്രോഡക്റ്റ് ആർ ഐഡന്റിഫയബിൾ ആണെങ്കിൽ സെല്ലർ ആയ പാർട്ടി കൂപ്പൺ കാർഡ് കൊടുക്കുന്ന 10th ജൂലൈ. ആ 10th ജൂലൈയിലാണ് ആ കൂപ്പൺ കാർഡിന്റെ വാല്യൂ സപ്ലയർ ആയ പാർട്ടി സെയിൽസ് ആയി കാണിക്കേണ്ടത്. ഇതാണ് കൺസെപ്റ്റ്. പെട്ടെന്ന് ഇത് രണ്ട് പോയിന്റും ക്വസ്റ്റ്യൻ നമ്പർ 11 12 ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 11 and 12 ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 11 and 12 ചെയ്യും. പെട്ടെന്ന് കേട്ടാ. ക്വസ്റ്റ്യൻ നമ്പർ 11 and 12 ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 11 and 12 ഡൗട്ടിന് ചോദിക്കട്ടാ. ഡൗട്ടിന് ചോദിക്കാം. കഴിഞ്ഞ പറയട്ടാ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 12? അല്ല, അവര് വാങ്ങുന്ന റെഡിമെയ്ഡ് അല്ലേ?
അശ്വതി ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കട്ടാ. issued the voucher on 10th July 2020 to their prospective customer, enabling them to buy any product from their shop ആണ്. നിങ്ങൾ കൂപ്പൺ കാർഡ് കൂപ്പൺ കാർഡ് ഹോൾഡറായി എനിക്ക് ഷോപ്പിലുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങാം. പക്ഷെ ക്വസ്റ്റ്യൻ പറയുന്നത് കസ്റ്റമർ വാങ്ങിയത് റെഡിമെയ്ഡ് പ്രോഡക്റ്റ് ആണെന്നുള്ളൂ. അപ്പൊ കൂപ്പൺ കാർഡ് കൊടുക്കുമ്പോ പ്രോഡക്റ്റ് ഐഡന്റിഫയബിൾ അല്ല, കാരണം എനി ഓഫ് ദി പ്രോഡക്റ്റ് ആണ്. അതാണ് പ്രോഡക്റ്റ് ആർ നോട്ട് ഐഡന്റിഫയബിൾ. വാങ്ങുന്ന പ്രോഡക്റ്റ് ഐഡന്റിഫയബിൾ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. കൂപ്പൺ കാർഡ് കൊടുക്കുമ്പോൾ ആ കൂപ്പൺ കാർഡ് പ്രകാരം വാങ്ങാൻ പറ്റുന്ന ഐറ്റം ഐഡന്റിഫയബിൾ അല്ല. ഇനി 11 ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ. നെക്സ്റ്റ് നോക്കാം. മൂന്ന് പോയിന്റ് പറഞ്ഞു കേട്ടോ. സെക്ഷൻ നമ്പർ 12 പ്രകാരം 3 പോയിന്റ് പറഞ്ഞു. ഒന്ന് ഫോർവേഡ് ചാർജ്, രണ്ടാമത് റിവേഴ്സ് ചാർജ്, മൂന്നാമത് വൗച്ചറിന്റെ കേസ്. ഇനി നാലാമത്തെ പോയിന്റ് ആണ് അഡിഷൻ ടു വാല്യൂ ഓഫ് സപ്ലൈ ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് പെനാൽറ്റി ഫോർ ഡിലൈഡ് പേയ്മെന്റ്. ശ്രദ്ധിക്കട്ടോ. നോർമലി ഞാൻ ഗുഡ്സ് വിൽക്കുമ്പോ ഒന്നെങ്കിൽ ഫോർവേഡ് ചാർജ് ആവാം. ഗുഡ്സ് വിൽക്കുമ്പോൾ ഒന്നെങ്കിൽ ഫോർവേഡ് ചാർജ് ആവാം, അല്ലെങ്കിൽ റിവേഴ്സ് ചാർജ് ആവാം. ഫോർ എക്സാമ്പിൾ, ഗുഡ്സ് വിൽക്കുമ്പോൾ ഫോർവേഡ് ചാർജ് ഞാൻ 1/1/2021 ഗുഡ്സ് വിൽക്കുമ്പോൾ ഫോർവേഡ് ചാർജ് ആണ്. ഗുഡ്സ് വിൽക്കുന്ന ക്രെഡിറ്റിനാണ്. ഓൾറെഡി ക്രെഡിറ്റ് ടൈം പ്രകാരം 3 മാസമാണ് ക്രെഡിറ്റ് പീരിയഡ്. 31st മാർച്ച് 2021 കൂടി ക്രെഡിറ്റ് പീരിയഡ് എക്സ്പയറി ആകും. കോൺട്രാക്ട് പ്രകാരം കറക്റ്റ് പറയും 31/3/2021 ആയിട്ടും ഗുഡ്സ് വാങ്ങുന്ന റെസിപ്പിയന്റ് ആയ പാർട്ടി പേയ്മെന്റ് തരുന്നില്ല എങ്കിൽ പിന്നെ പേയ്മെന്റ് തരുമ്പോ ആ പേയ്മെന്റിനോട് കൂടി മേ ബി ഇൻട്രസ്റ്റോ ലേറ്റ് ഫീയോ പെനാൽറ്റിയോ വാങ്ങും. അങ്ങനെ ഓൾറെഡി എക്സാമ്പിൾ 1 lakhന്റെ ഗുഡ്സ് ആണ് വിൽക്കുന്നത്. 18% GST, 1,18,000. ആക്ച്വലി തരേണ്ട എമൗണ്ട് 1,18 ആണ്. പക്ഷെ ഞാൻ വാങ്ങുമ്പോൾ 1,20,000 വാങ്ങുന്നുണ്ടെങ്കിൽ ആ 1,20,000 2,000 എക്സ്ട്രാ വരുന്ന മേ ബി ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ ലേറ്റ് ഫീയോ ആയിരിക്കാം. ആ എമൗണ്ട് കിട്ടുമ്പോൾ സെല്ലർക്ക് ഇൻകം ആണ്. ഈ എമൗണ്ട് സെല്ലറായ പാർട്ടി ഈ എമൗണ്ട് എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ട് സെല്ലറായ പാർട്ടി സെയിൽസ് ആയിട്ട് ഇൻകം ആയിട്ട് കാണിക്കേണ്ട ഡേറ്റ് ഈസ് ഈക്വൽ ടു എന്നാണോ ലേറ്റ് ഫീ പെനാൽറ്റി അതർ എമൗണ്ട് ആക്ച്വലി റിസീവ് ചെയ്യുന്ന ആ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് വാല്യൂ അഡിഷൻ. ആണ് കൺസെപ്റ്റ്. ശരി, കാണിച്ചു തരാം. നോക്കാം, ശ്രദ്ധിക്കുക. 1/1/2021 ഗുഡ്സ് വിൽക്കുകയാണ്. വാല്യൂ ഓഫ് ഗുഡ്സ് 1 lakh ആണ് വാല്യൂ ഓഫ് ഗുഡ്സ്. ഇതിനോട് കൂടി 18,000 രൂപ കളക്ട് ചെയ്യും. ടോട്ടൽ ബിൽ എമൗണ്ട് ആണ് 1,18,000. ഈ ട്രാൻസാക്ഷൻ എന്താണ്? ഈ ട്രാൻസാക്ഷൻ ഫോർവേഡ് ചാർജ് ആണ്. ഈ ട്രാൻസാക്ഷൻ ഫോർവേഡ് ചാർജ് ആകുമ്പോൾ ഈ ട്രാൻസാക്ഷന്റെ 1/18 ടൈം ഓഫ് സപ്ലൈ ഓൾറെഡി പഠിച്ചതാണ്. ഡേറ്റ് ഓഫ് ഇൻവോയ്സ് അതിന്റെ കഥയല്ല പറയുന്നത് ഞാൻ.
അങ്ങനെ ടോട്ടൽ ടേംസ് ഓഫ് കോൺട്രാക്ട് ആണ് 31/3/2024 ടേംസ് ഓഫ് കോൺട്രാക്ട്. ഈ 31/3/2021 കൂടി പേയ്മെന്റ് തരുന്നുണ്ട് എങ്കിൽ 31/3/2021 കൂടി പേയ്മെന്റ് തരുന്നുണ്ട് എങ്കിൽ 1,80,000 കൊടുത്താൽ മതി. അതല്ല പേയ്മെന്റ് തരുന്നില്ല എങ്കിൽ 31/3/2021 കൂടി പേയ്മെന്റ് സപ്ലൈ റെസിപ്പിയന്റ് ആയ പാർട്ടി കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ ടോട്ടലി 31st May 2024 പേയ്മെന്റ് ആക്ച്വലി കൊടുക്കുന്നത്. ഈ പേയ്മെന്റ് കൊടുക്കുമ്പോൾ അതിൽ ടോട്ടൽ എമൗണ്ട് 1,20,000 ആണ്. ഈ 1,20,000-ൽ 1,20,000-ൽ ടോട്ടൽ ബിൽ എമൗണ്ട് ഇൻവോയ്സ് എമൗണ്ട് 1,18 ആണ്. ബാക്കി റിമൈനിങ് 2,000 രൂപ. ഈ 2,000 രൂപയാണ് കൺസെപ്റ്റ് ആണ് അഡിഷൻ ടു വാല്യൂ എന്ന് പറയും. അഡിഷൻ ടു വാല്യൂ ലൈക്ക് ഇൻട്രസ്റ്റ്, പെനാൽറ്റി, അതർ എമൗണ്ട്. ഇവിടെ പറയുന്ന ഏരിയ ഈ 2,000 രൂപ സപ്ലയർക്ക് ഇൻകം ആണ്. സപ്ലയർ 2,000 രൂപ സെയിൽസ് ആയി കാണിക്കേണ്ട ഡേറ്റ് ഈസ് ഈക്വൽ ടു എന്നാണോ ഈ എമൗണ്ട് ആക്ച്വലി കിട്ടുന്നത്, ആ കിട്ടുന്ന ഡേറ്റ് ആണ് നിങ്ങൾ 2,000 രൂപ സപ്ലയർ ആയ പാർട്ടി സെയിൽസ് ആയിട്ട് കാണിക്കേണ്ടത്. ഇതാണ് കൺസെപ്റ്റ്. ഇതാണ് തിയറി. കൺസിഡർ തിയറി പാർട്ട്. തിയറി addition to value of supply by way of interest, penalty, fee for penalty, fee for delayed payment. Commercially, all the contract of supplies stipulate payment of interest, late fee, penalty, etc. for the payment of consideration beyond the agreed time period. Such interest, late fee, etc. is includable in the value of taxable supply. Sellerude sales ആയിട്ട് value ആയിട്ട് കാണണം. Time of supply in case of addition to value like interest, penalty, fee, late fee, etc. is the date on which supplier receives such additional value. ഇതാണ് 4 പോയിന്റ്. 5ാമത്തെ പോയിന്റ് സിമ്പിൾ ആണ്. റെസിജ്വൽ കേസ് മീൻ 5ാമത്തെ കേസ് ആണ് മിസലേനിയസ് കേസ് ഓർ റെസിജ്വൽ കേസ്. ഉദ്ദേശം കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പറയുന്ന ഏരിയ ഗുഡ്സ് വിൽക്കുമ്പോൾ ആ ഗുഡ്സിന്റെ ടൈം ഓഫ് സപ്ലൈ കാണുമ്പോൾ ഒന്നെങ്കിൽ ഫോർവേഡ് ചാർജ് ആവും. ഫോർവേഡ് ചാർജ് ആണെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. 2ാമത് കറസ്പോണ്ടിങ് RCM ആവും. RCM ആണെങ്കിൽ ഏർലിയർ ഓഫ് ഫോളോയിങ് 3 പോയിന്റ് ആയിരുന്നു. 3ാമത് വൗച്ചർ ഓർ കൂപ്പൺ ആണെങ്കിൽ അത് 2 കേസ് വരാം. ഓൾറെഡി പ്രോട്ടാർ ഐഡന്റിഫയബിൾ ആവാം, പ്രോട്ടാർ നോട്ട് ഐഡന്റിഫയബിൾ ആവാം. 4ാമത് കറസ്പോണ്ടിങ് വാല്യൂ അഡിഷൻ ആണെങ്കിൽ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ആണ്. ഇതല്ലാത്ത ഏതെങ്കിലും ഗുഡ്സ് വിൽക്കുമ്പോ ആ ട്രാൻസാക്ഷന്റെ ടൈം ഓഫ് സപ്ലൈ മുകളിൽ പറഞ്ഞ 4 ഓപ്ഷൻ പ്രകാരം ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ 5ാമത്തെ കേസാണ് മിസലേനിയസ് കേസ് ഓർ റെസിജ്വൽ കേസ്. ഈ മിസലേനിയസ് കേസ്, റെസിജ്വൽ കേസ് പ്രകാരം ടൈം ഓഫ് സപ്ലൈ വിൽ ബി due date for filing of periodical return or date on which GST is paid, whichever is earlier. Relevant അല്ല. പിന്നെ പറഞ്ഞാൽ മിസലേനിയസ് കേസ് ആണ്. മിസലേനിയസ് കേസ് പ്രകാരം ടൈം ഓഫ് സപ്ലൈ വിൽ ബി ഡ്യൂ ഡേറ്റ് ഫോർ ഫർണിഷിംഗ് ഓഫ് പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓർ ഡേറ്റ് ഓൺ വിച്ച് GST is paid, whichever is earlier ആണ്. ഇതാണ് കൺസെപ്റ്റ് ഗുഡ്സിന്റെ ഏരിയ. ഇനി ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് വെയിറ്റ് ചെയ്യുക. ഇനി പറയാനുള്ള പേരിയ ടൈം ഓഫ് സപ്ലൈ ഇൻ റിലേഷൻ ടു സർവീസ്. ഗുഡ്സ് പറഞ്ഞ പ്രകാരം, ഗുഡ്സിന്റെ കൺസെപ്റ്റ് പറഞ്ഞ പ്രകാരം ഇവിടെയും സർവീസിന്റെ സെയിം 5 പോയിന്റ് ആണ്. ഒന്നെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ
ഫോർവേഡ് ചാർജ് ആവാം, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ RCM ആവാം, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനോട് കൂടി കൂപ്പൺ കാർഡ് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടും എമൗണ്ട് കിട്ടുന്നില്ല എങ്കിൽ ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ എമൗണ്ടോ വാങ്ങാം. അഞ്ചാമത്തെ കേസാണ് റെസിജ്വൽ കേസ്, മിസ്സലേനിയസ് കേസാണ്. പോയിന്റ് സെയിം ആണ്. സെക്ഷൻ നമ്പർ 12ഉം സെക്ഷൻ നമ്പർ 13ന്റെയും മെയിൻ പോയിന്റ് സെയിം ആണ്. പക്ഷെ ടൈം ഓഫ് സപ്ലൈ കമ്പ്യൂട്ടേഷൻ മാറ്റം വരും. ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടോ, ശരിക്കധിക ഫസ്റ്റ് പറയുന്ന ഏരിയ സപ്ലൈ ഓഫ് സർവീസ് ഓൺ വിച്ച് സപ്ലയർ ഈസ് ലയബിൾ ടു പേ ടാക്സ്. ശ്രദ്ധിക്കട്ടോ, കൺസെപ്റ്റ് പറയാം. ഫോർ എക്സാമ്പിൾ പറയുന്ന ഏരിയ സർവീസ് ആണ്, സർവീസ് ഏരിയ ആണ്, ഫോർവേഡ് ചാർജ് ആണ്. ഫോർ എക്സാമ്പിൾ ഓഡിറ്റിംഗ് സർവീസ്. ഓഡിറ്റിംഗ് സർവീസ് മീൻ എന്താണ്? ഓൾറെഡി ഫോർവേഡ് ചാർജ് ആണ്. ഓൾട്ടർ ആയ പാർട്ടി ഫോർവേഡ് ചാർജ് ആണ്. ഓക്കെ, ഈ ഓഡിറ്റ് ഫോർ എക്സാമ്പിൾ VKC കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ് വർക്ക് കിട്ടി, അസ്യൂം ചെയ്യാം. ഓഡിറ്ററായ ഞാൻ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യും. എക്സാമ്പിൾ ഓഡിറ്റ് കംപ്ലീറ്റ് ആകുന്നു 1/10 ജനുവരി 2021 ഓഡിറ്റ് കംപ്ലീറ്റ് ആയി. VKC കമ്പനി ബുക്സ് ഓഫ് അക്കൗണ്ട് എനിക്ക് ഓഡിറ്റ് വർക്ക് കിട്ടി. ഓഡിറ്റ് കംപ്ലീറ്റ് ആകുന്നു 10 ജനുവരി 10th ജനുവരിയിൽ ഓഡിറ്റ് കംപ്ലീറ്റ് ആയി. അങ്ങനെ ഓഡിറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടാനുള്ള ബിൽ എമൗണ്ട് ആണ് 1 lakh plus 18,000 GST. ടോട്ടൽ ബിൽ എമൗണ്ട് ആണ് 1,18,000 ഫോർവേഡ് ചാർജ്. അങ്ങനെ ഈ ബില്ല് ടോട്ടൽ എമൗണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ബില്ല് ഇഷ്യൂ ചെയ്യും. ഞാൻ ബില്ല് ചെയ്യുമ്പോൾ എക്സാമ്പിൾ ബില്ല് ചെയ്യുന്ന ഓൾറെഡി ഓൾട്ട് വർക്ക് കംപ്ലീറ്റ് ആയി 25/1/2021 ഞാൻ ബില്ല് കൊടുത്തു. കൺസെപ്റ്റ് ആണ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. അങ്ങനെ ഓൾറെഡി ബില്ല് കൊടുത്തു. VKC കമ്പനി തരാനുള്ള എമൗണ്ട് ആണ് 1,18,000. ഈ സെയിം പാർട്ടി 31/1/2021 കൂടി പേയ്മെന്റ് തന്നു. ഡേറ്റ് ഓഫ് റെസിപ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ ഫോർവേഡ് ചാർജ് ആണ്. ഓൾറെഡി വർക്ക് കംപ്ലീറ്റ് ആകുന്ന 10th ജനുവരിയിലാണ് വർക്ക് കംപ്ലീറ്റ് ആകുന്നത്. ജനുവരിയിൽ ഓഡിറ്റിംഗ് വർക്ക് കംപ്ലീറ്റ് ആയി. അങ്ങനെ ഓഡിറ്ററായ പാർട്ടി പേയ്മെന്റ് കിട്ടാൻ വേണ്ടി എന്ത് കൊടുക്കും? ബില്ല് കൊടുക്കും, ഇൻവോയ്സ് കൊടുക്കും. ഈ ഇൻവോയ്സ് കൊടുക്കുന്ന ഡേറ്റ് ഒക്കെ 25 ജനുവരിയാണ്. ഈ 25 ജനുവരി നോക്കുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് ബില്ല് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ നോക്കുക. 10ാം തീയതിയാണ് വർക്ക് കംപ്ലീറ്റ് ആകുന്നത്. എക്സാമ്പിൾ അതിൽ ഓഫീസിൽ AC മെക്കാനിക്കായ പാർട്ടി AC റിപ്പയർ ചെയ്യും. ആ റിപ്പയർ ചെയ്ത ഡേറ്റ് ആണ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് വർക്ക്. അങ്ങനെ മെക്കാനിക്കായ പാർട്ടി AC റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ആഴ്ച ബില്ല് തരും, പിന്നെ നിങ്ങൾ ക്യാഷ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ആയി വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് ഇൻവോയ്സ് കൊടുക്കുന്നുണ്ടോ? ഈ എക്സാമ്പിളിന് 10 ജനുവരിയാണ് വർക്ക് കംപ്ലീറ്റ് ആകുന്നത്. 25 ജനുവരിയാണ് ഓൾറെഡി ഇൻവോയ്സ് കൊടുക്കുന്നത്. വിത്തിൻ 30 ദിവസത്തിനുള്ളിലാണ് ഇൻവോയ്സ് കൊടുക്കുന്നത്. വർക്ക് കംപ്ലീറ്റ് ആയി വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് ഇൻവോയ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നുണ്ട് എങ്കിൽ ടൈം ഓഫ് സപ്ലൈ TOS is equal to earlier of the following two ആണ്. ഒന്ന്
date of invoice, date of invoice, date of invoice or date of payment, date of payment, date of invoice or date of payment. ഇത് നോക്കുമ്പോൾ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് 25/1, ഡേറ്റ് ഓഫ് പേയ്മെന്റ് മീൻ 31/1, ഏർലിയർ മീൻ 25. ആ ഡേറ്റ് ആണ് നിങ്ങൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കാൻ. റിവൈൻഡ് ചെയ്യാം. ഓൾറെഡി വർക്ക് കംപ്ലീറ്റ് ആയി വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് നിങ്ങൾ പേയ്മെന്റ് 30 ഡേയ്സ് കൊണ്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫോർവേഡ് ചാർജ് പ്രകാരമുള്ള സർവീസിന്റെ ടൈം ഓഫ് സപ്ലൈ ഇസ് ഈക്വൽ ടു ഏർലിയർ ഓഫ് ദി ഫോളോയിങ് ടു ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഓർ ഡേറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഓക്കെ, തിയറി പാർട്ട്. തിയറി നോക്കുമ്പോൾ ശ്രദ്ധിക്കുക. സപ്ലൈ ഓഫ് സർവീസ് on which supplier is liable to pay tax, forward charge. If point number 1, if invoice is issued which 30 days, invoice is issued within 30 days from date of completion of service ആണെങ്കിൽ TOS is equal to date of invoice or date of payment whichever is earlier. That's the concept. Invoice is issued within invoice is issued within 30 days from date of issue of invoice or date of completion ആണെങ്കിൽ TOS is equal to date of invoice or date of payment. ഇനി രണ്ടാമത്തെ സെയിം എക്സാമ്പിൾ 10th January 2021 വർക്ക് ബെസ്റ്റ് എക്സാമ്പിൾ. ഇപ്പൊ ലോക്ക്ഡൌൺ ആകുമ്പോൾ ഓൾറെഡി ഏപ്രിൽ ഒരു ഫസ്റ്റ് ഒരു 10th ഏപ്രിൽ എക്സാമ്പിൾ 10th ഏപ്രിൽ 2021 വർക്ക് കംപ്ലീറ്റ് ആയി, ഓൾട്ട് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി. ദെൻ ലോക്ക്ഡൌൺ കാരണം കൊണ്ട് എന്ത് ചെയ്യും, ഓഫീസ് പൂട്ടും, ബില്ല് കൊടുക്കാൻ പറ്റൂല. വർക്ക് 10th ഏപ്രിലാണ് വർക്ക് കംപ്ലീറ്റ് ആകുന്നത്. ഇനി ഓഫീസ് റീസ്റ്റാർട്ട് ചെയ്യും. റീസ്റ്റാർട്ട് മീൻ ജൂൺ 10 15 ആയിരിക്കും. എക്സാമ്പിൾ ഞാൻ ബില്ല് കൊടുക്കുന്നത് 15/6/2024 ബില്ല് കൊടുക്കുന്നത്. ബില്ല് കൊടുത്താൽ ആ പാർട്ടി 20-ാം തീയതി പേയ്മെന്റ്, 20/6 പേയ്മെന്റ് തന്നു. ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ആണ് ഈ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ. കംപ്ലീഷൻ ഡേറ്റ് ആണ് കംപ്ലീഷൻ. ഇൻവോയ്സ് ഡേറ്റ് ആണ്, ഇൻവോയ്സ് ആണ്, പേയ്മെന്റ് ആണ്. സിറ്റുവേഷൻ പ്രകാരം അങ്ങനെ വരും. കാരണം ഓൾറെഡി വർക്ക് കംപ്ലീറ്റ്, ലോക്ക്ഡൌണിന് മുന്നേ എന്ത് ചെയ്യും, വർക്ക് കംപ്ലീറ്റ് ആവും. ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ ബില്ല് കൊടുക്കുമ്പോൾ ഇവിടെ നോക്കേണ്ടത് വർക്ക് കംപ്ലീറ്റ് ആകുന്ന ഡേറ്റ് 10 ഏപ്രിൽ 10th ഏപ്രിൽ ആണ്. അങ്ങനെ സെയിം പാർട്ടിക്ക് ഞാൻ ബില്ല് 15 ജൂണിലാണ്. വർക്ക് കംപ്ലീറ്റ് ആയി വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് ബില്ല് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാം. വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് കൊടുക്കും. വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് കൊടുക്കുന്നില്ല. ബിയോണ്ട് 30 ഡേയ്സ്, ബിയോണ്ട് 30 ഡേയ്സ് ആണ്. അങ്ങനെ ബിയോണ്ട് 30 ഡേയ്സ് കൊണ്ടാണ് ഇൻവോയ്സ് കൊടുക്കുന്നത്. വർക്ക് കംപ്ലീറ്റ് ആയി 30 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻവോയ്സ് കൊടുക്കുന്നതെങ്കിൽ ആ ട്രാൻസാക്ഷന്റെ ടൈം ഓഫ് സപ്ലൈ TOS is equal to time of supply is equal to earlier of the following 2 point. First one, date of completion. രണ്ടാമത്തെ date of payment. Date of completion, date of payment whichever is earlier. ഇത് നോക്കേണ്ടത് സർവീസ് ഫോർവേഡ് ചാർജ് ആകുമ്പോൾ 2 കേസ് നോക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നോക്കുമ്പോൾ വർക്ക് കംപ്ലീഷൻ ഡേറ്റ് നോക്കും. ഫസ്റ്റ് വർക്ക് കംപ്ലീഷൻ ഡേറ്റ്. ആ വർക്ക് കംപ്ലീഷൻ ഡേറ്റ് കഴിഞ്ഞ് വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് ബില്ല് ഇൻവോയ്സ് കൊടുക്കുന്നതിന് പ്രൊവിഷണൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഓർ ഡേറ്റ് ഓഫ് പേയ്മെന്റ്. കൺസെപ്റ്റ് ആണ് കോമൺ പ്രൊവിഷൻ. ഇതാണ് കോമൺ പ്രൊവിഷൻ. അതാണ് കോമൺ.
അതല്ല ഈ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ഓൾറെഡി വർക്ക് കംപ്ലീറ്റ് ആയി ബില്ല് കൊടുക്കുന്ന ബിയോണ്ട് 30 ഡേയ്സ് ആണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ഡേറ്റ് ഓഫ് കംപ്ലീഷനും ഡേറ്റ് ഓഫ് പേയ്മെന്റും കമ്പയർ ചെയ്യുക. ഏതാണോ ഏർലിയർ ആ ഏർലിയർ പോയിന്റ് ആണ് നിങ്ങൾ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആയിട്ട് ആ ഏർലിയർ പോയിന്റ് ആണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. അതാണ് കൺസെപ്റ്റ്. ഓക്കെ, ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കട്ടാ. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 രഞ്ജിത്ത് ആൻഡ് കമ്പനി എ കോസ്റ്റ് അക്കൗണ്ടന്റ് ഫേം issued invoice for service rendered to Mr. M on 5th August. Question date of issue of invoice date date 10th 5th August ആണ്. Determine time of supply in the following case. ഇവിടെ ഓൾറെഡി per cost account firm ആണ്. കോസ്റ്റ് അക്കൗണ്ട് ഫേം ആകുമ്പോൾ ഓൾറെഡി സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓഡിറ്റിംഗ് സർവീസ് നോർമലി ഫോർവേഡ് ചാർജ് ആണ്. First one, provision of service were completed on 1st July. നിങ്ങൾ നോക്കേണ്ടത് വർക്ക് കംപ്ലീറ്റ് ആകുന്ന ഡേറ്റ് 1st July ആണ്. ഈ ജൂലൈയിൽ കംപ്ലീറ്റ് ആയ വർക്കിന് ബില്ല് കൊടുക്കുന്ന ഡേറ്റ് ആണ് 5th August. അങ്ങനെയാണെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ആയി വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് ബില്ല് കൊടുക്കുന്നുണ്ടോ ഇല്ലേ നോക്കാം. വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ടൈം ഓഫ് സപ്ലൈ കമ്പയർ ചെയ്യേണ്ട ഫിഗർ ഏതൊക്കെയായിരുന്നു? ഡേറ്റ് ഓഫ് കംപ്ലീഷൻ 1st July. രണ്ടാമത് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ക്വസ്റ്റ്യൻ പ്രകാരം പറഞ്ഞിട്ടില്ല, ഒരു ഫിഗറേ ഉള്ളൂ. ആ ഫിഗർ മാത്രം കമ്പയർ 1st July ആണ് ടൈം ഓഫ് സപ്ലൈ. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുന്ന ഡേറ്റ് 1st July ആണ്. ആ ഡേറ്റ് കഴിഞ്ഞ് വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് ഇൻവോയ്സ് കൊടുക്കുന്നുണ്ടോ നോക്കുക. കൊടുക്കുന്നില്ല എങ്കിൽ ടൈം ഓഫ് സപ്ലൈ is equal to ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓർ ഡേറ്റ് ഓഫ് പേയ്മെന്റ് പറയുന്നില്ല, ഓൺലി കംപ്ലീഷൻ മാത്രമേ ഉള്ളൂ. ആ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ 1st July ആണ് ടൈം ഓഫ് സപ്ലൈ. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ ദി പ്രൊവിഷൻ ഓഫ് സർവീസ് വർ കംപ്ലീറ്റഡ് ഓൺ 15th July. 15 ജൂലൈയിൽ വർക്ക് കംപ്ലീറ്റ് ആയി. ബില്ല് കൊടുക്കുന്നത് 5th August ആണ്. വിത്തിൻ 30 ഡേയ്സ് കൊണ്ടാണ് ബില്ല് കൊടുക്കുന്നത്. കൊടുക്കുന്നതെങ്കിൽ പ്രൊവിഷൻ ആയിരുന്നു. പ്രൊവിഷൻ മീൻ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓർ ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഉണ്ട്, ഡേറ്റ് ഓഫ് പേയ്മെന്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 5th August ആണ് ടൈം ഓഫ് സപ്ലൈ. 2 പോയിന്റ് ഫസ്റ്റ് ചെയ്യും. ഫസ്റ്റ് 2 പോയിന്റ് ചെയ്യും. ക്വസ്റ്റ്യൻ പ്രകാരം 2 പോയിന്റ് ഫസ്റ്റ് ചെയ്യും, ബാക്കി പറയാം. അത് ബേസിക് ഡാറ്റയാണ്. ബേസിക് ഡാറ്റ ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. Date of invoice means 5th August 2020. 5th August 2020 date of invoice. Okay, ഇനി ഫസ്റ്റ് കേസ് പോയിന്റ് നമ്പർ എ പ്രകാരം date of completion of work. Date of completion of mean 1st July 2020. Date of
invoice, date of invoice is equal to already 8th. Bracket invoice issued beyond 30 days, from the date of completion, അങ്ങനെയാണെങ്കിൽ TOS is equal to earlier ആണ് പോയിന്റ് നമ്പർ 1 പ്രകാരം date of completion of work, രണ്ടാമത്തെ date of payment. Question പ്രകാരം date of completion of work mean 1st July. ഈ ഡാറ്റ ഇല്ല. TOS sorry, okay, date of payment means date of payment തന്നിട്ടില്ല. കമ്പയർ ചെയ്യുമ്പോൾ TOS is equal to 1st July 2020 ചെയ്യും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ. ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഇതേ ഓപ്ഷൻ പ്രകാരം മിസ്റ്റർ ബി ചെയ്യാം. സോറി, ക്വസ്റ്റ്യൻ നമ്പർ ബി ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ ബി ചെയ്യുമ്പോൾ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ നോക്കുമ്പോൾ ശ്രദ്ധിക്കുക. Date of completion of work is equal to 15th July 2020. Date of invoice same ആണ്. Invoice is issued within 30 days. TOS is equal to the earlier of date of invoice or date of payment. Date of invoice mean 5/8 date of invoice. TOS is equal to again 5/8. പെട്ടെന്ന് രണ്ട് പാർട്ട് ക്വസ്റ്റ്യൻ ഡൗട്ട് ചോദിക്കും. ക്വസ്റ്റ്യൻ പ്രകാരം 2 പാർട്ട് ഡൗട്ട് ചോദിക്കുക. അതിന് പോയിന്റ് കിട്ടിയിട്ടില്ല. ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല. ക്വസ്റ്റ്യൻ ചെയ്യാം. ഡൗട്ട് തരാം. ക്വസ്റ്റ്യൻ ചെയ്യാം. ഡൗട്ടിന് ചോദിക്കാം. രണ്ട് ക്വസ്റ്റ്യൻ ഓക്കെയാ? 2 പോയിന്റ് ഓക്കെയാ? ഒന്ന് പറയും. ഓക്കെ, ഞാൻ ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഒന്ന് നോക്കൂ. കിട്ടിയോ? നീ പറയും.
കേട്ടോ. വെയിറ്റ് ക്വസ്റ്റ്യൻസ് അയക്കാം. ക്വസ്റ്റ്യൻ കിട്ടില്ലേ? ഞാൻ വേറെ അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ തേർഡ് പോയിന്റ് നോക്കാം. മിസ്റ്റർ എം മെയ്ഡ് പേയ്മെന്റ് ഓൺ 3rd July വേർ പ്രൊവിഷൻ ഓഫ് സർവീസ് വേർ റിമൈനിങ് ടു ബി കംപ്ലീറ്റഡ് ആണ്. ഓൾറെഡി വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ കോമൺ TOSന്റെ കോമൺ ടൈം ഓഫ് സപ്ലൈ പ്രൊവിഷൻ ആണ്. നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓർ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് വിച്ച് ഇസ് ഏർലിയർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വർക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ കോമൺ ആയിട്ടുള്ള TOS കൺസെപ്റ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ ഇസ് ഈക്വൽ ടു ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഓർ ഡേറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് ഇസ് ഏർലിയർ. നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഡേറ്റ് ഓഫ് പേയ്മെന്റ് 3rd July, ഡേറ്റ് ഓഫ് ഇൻവോയ്സ് 5th August which is earlier mean 3rd July ആണ് ടൈം ഓഫ് സപ്ലൈ. ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മിസ്റ്റർ എം മെയ്ഡ് പേയ്മെന്റ് ഓൺ 15th August വേർ പ്രൊവിഷൻ ഓഫ് സർവീസ് വേർ റിമൈൻ ടു ബി കംപ്ലീറ്റഡ്. ഇവിടെ സെയിം കൺസെപ്റ്റ്, ഡേറ്റ് ഓഫ് പേയ്മെന്റ് 15th August, ഡേറ്റ് ഓഫ് ഇൻവോയ്സ് 5th August, earlier mean 5th August. അതാണ് ടൈം ഓഫ് സപ്ലൈ. പെട്ടെന്ന് ചെയ്യും, ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാം. ചെയ്ത് പറയട്ടാ. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പറയണം. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയാലും പറയണം. പറയൂ, ക്വസ്റ്റ്യൻ ചെയ്താ? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയത് പറയൂ. നിങ്ങൾ കൺഫേം ചെയ്യട്ടാ. ഓക്കെ. ഇനി ഒരു 7th ചെയ്താണ്. 7th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ പറയാനുള്ള പോയിന്റ് ആണ്.
ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കട്ടോ. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ഏരിയ, receipt of service that is taxable under RCM. For example, നമ്മൾ എക്സംഷൻ ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെ പഠിക്കും ഒരു അഡ്വക്കേറ്റ് ബിസിനസ് എൻറ്റിറ്റിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബിസിനസ് എൻറ്റിറ്റിയുടെ പ്രീവിയസ് ഇയർ ടേൺ ഓവർ 20 lakhൽ കൂടുതലാണെങ്കിൽ അഡ്വക്കേറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ട്രാൻസാക്ഷന് RCM ആണ് അട്രാക്ട് ചെയ്യാം. പിന്നെ പഠിക്കും ഒരു അഡ്വക്കേറ്റ് ആയ പാർട്ടി ബിസിനസ് എൻറ്റിറ്റിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബിസിനസ് എൻറ്റിറ്റിയുടെ പ്രീവിയസ് ഇയർ ടേൺ ഓവർ 20 lakhൽ കൂടുതലാണെങ്കിൽ ആ സർവീസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ബിസിനസ് എൻറ്റിറ്റിക്കാണ് സർവീസ് വാല്യൂവിന്റെ ടാക്സ് എമൗണ്ട് റിവേഴ്സ് ചാർജ് ആയി അട്രാക്ട് ചെയ്യാം. ഇനി ഇവിടെ പഠിക്കുന്ന ഏരിയ, ഇൻ കേസ് ഓഫ് സർവീസ് റിവേഴ്സ് ചാർജ് പ്രകാരം ആകുമ്പോൾ ആ ട്രാൻസാക്ഷന്റെ ടൈം ഓഫ് സപ്ലൈ ഇസ് ഈക്വൽ ടു earlier of the following 2 point. First one, date of payment. രണ്ടാമത്തെ date immediately 60 days from date of invoice. Already goods ആണെങ്കിൽ മാറിപ്പോയത് ഗുഡ്സ് RCM ആണെങ്കിൽ ഗുഡ്സ് വിൽക്കുമ്പോൾ RCM പ്രകാരമാണ് വിൽക്കുന്നതെങ്കിൽ ആ ട്രാൻസാക്ഷന്റെ ടൈം ഓഫ് സപ്ലൈ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ earlier of the following 3 point, date of receipt of goods, ഡേറ്റ് ഓഫ് പേയ്മെന്റ്, ഡേറ്റ് ഇമ്മീഡിയറ്റ് 30 days. ഇവിടെ സർവീസ് ആകുമ്പോൾ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് സർവീസ് ഇൻ കേസ് റെലവന്റ് അല്ല, അതുകൊണ്ടാണ് ആ പോയിന്റ് വരാത്ത. സർവീസ് ആകുമ്പോൾ ഡേറ്റ് ഓഫ് പേയ്മെന്റ്. രണ്ടാമത്തെ ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി 60 days ഫ്രം ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. ഓൾറെഡി ഇൻവോയ്സ് ഡേറ്റ് കഴിഞ്ഞ് ക്ലിയർ 60 days. ഏതാണോ ഏർലിയർ ആ ഡേറ്റ് കമ്പയർ ചെയ്യുക, അതാണ് ടൈം ഓഫ് സപ്ലൈ ആയി എടുക്കേണ്ടത്. ഡേറ്റ് ഓഫ് പേയ്മെന്റ്. രണ്ടാമത് ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി 60 days ഫ്രം ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. ഓക്കെ, ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കട്ടോ. Question number 8. Yes limited registered firm received service from Yes limited registered firm received service from R and company, a advocate firm, and unregistered person. ഇനി ഓൾറെഡി അൺരജിസ്റ്റേർഡ് അല്ല എങ്കിൽ ഒരു അഡ്വക്കേറ്റിന്റെ കയ്യിൽ നിന്നും ബിസിനസ് എൻറ്റിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നോർമലി RCM ആണ് അട്രാക്ട് ചെയ്യാം. ദി ഫേം ഇഷ്യൂഡ് ഇൻവോയ്സസ് ടു Yes limited on 1st July. ഇൻവോയ്സ് ഡേറ്റ് ആണ് 1st July. Determine the time of supply of service in the following independent cases. Yes limited made the payment to firm 15th August. Yes limited made the payment to firm on 11th September. നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു RCM ആണ്. RCM പ്രകാരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐറ്റം രണ്ട് ഐറ്റംസ് ആണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ സീരിയൽ നമ്പർ, രണ്ടാമത്തെ വേണം ഡേറ്റ് ഓഫ് പേയ്മെന്റ്. ഫസ്റ്റ് ഐറ്റം ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആണ്. ഫസ്റ്റ് ഐറ്റം ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആണ്. Then next one, date immediately 60 days. Date immediately 60 days concept. Date immediately 60 days. Last column TOS. ഇതാണ് വേണ്ട ഐറ്റംസ്. രണ്ട് ഐറ്റംസ് ആണ് വേണ്ടത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ സീരിയൽ നമ്പർ 1, then സീരിയൽ നമ്പർ 2. രണ്ട് ഐറ്റംസ് ആണ് വരുന്നത്. Date of payment question, but date of payment mean first 15th August, 11th September. Date of payment 15th August 2020. Next one 11th September 2020. Question പ്രകാരം ഓടി തന്നാണ്, നേരെ കോപ്പി 11th September കോപ്പി ചെയ്യാം.
പിന്നെ വേണ്ട ഡേറ്റ്, പിന്നെ കറസ്പോണ്ടിങ് വേണ്ട ഡേറ്റ്, ഇൻവോയ്സ് ഡേറ്റ് കഴിഞ്ഞ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആണ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ക്വസ്റ്റ്യൻ പ്രകാരം ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആണ് 1 ജൂലൈ ആണ്. ഡേറ്റ് ഓഫ് ഇൻവോയ്സ് 1 ജൂലൈ 2020 ആണ്. ഇൻവോയ്സ് ഡേറ്റ് കഴിഞ്ഞ് ക്ലിയർ 60 ഡേയ്സ്. നിങ്ങൾ ക്ലിയർ 60 ഡേയ്സ് കാണുമ്പോൾ ജൂലൈ മാസത്തിൽ 30 കിട്ടും. ജൂലൈ മാസം കംപ്ലീറ്റ് ആയി. 1 ജൂലൈ ആണ്, അതിന് 30 ആയി, 31 ജൂലൈ ആയി. പിന്നെ 30 കൂട്ടുമ്പോൾ 30 കറസ്പോണ്ട് 30 ആഡ് ചെയ്യുമ്പോൾ എവിടെ എത്തും? 30th ഓഗസ്റ്റ് ആവും. നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് മീൻസ് 31st ഓഗസ്റ്റ്. ഇതാണ് കറസ്പോണ്ടിങ് എടുക്കുമ്പോൾ 31st ഓഗസ്റ്റ് 2020. ഇവിടെയും 31st ഓഗസ്റ്റ് 2020. നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളത്തിൽ 15/8 31/8 കമ്പയർ ചെയ്യുമ്പോൾ ഏർലിയർ മീൻ 15/8. ഇതാണ് ടൈം ഓഫ് സപ്ലൈ. രണ്ടാമത് കമ്പയർ ചെയ്യുമ്പോൾ ഏർലിയർ മീൻ 11/9 31/8 ഏർലിയർ മീൻ 31/8. അതാണ് കൺസെപ്റ്റ്. ചെയ്യൂ, ചെയ്ത് നോക്കൂ. ഡൗട്ട് നീ പറയാം, ക്വസ്റ്റ്യൻ ചെയ്തൊക്കെ ഡൗട്ട് നീ പറയാം, ക്വസ്റ്റ്യൻ ചെയ്യാൻ ഡൗട്ട് നീ പറയാം. കംപ്ലീറ്റ് ആയി പറയട്ടാ, ആ പാർട്ട് കംപ്ലീറ്റ് ആയി പറയണം. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി ഇൻഫോം ചെയ്യാം. ഓക്കെ ഓക്കെ. ഇനി ടെൻത്ത് നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. 10th, A send goods to Mr. B on approval based on 20th January. ഞാൻ ഓൾറെഡി മോർണിംഗിൽ പറഞ്ഞ ഏരിയ, സോറി മോർണിംഗ് അല്ല, ഓൾറെഡി ഫസ്റ്റ് സെഷനിൽ പറഞ്ഞ ഏരിയ ആയിരുന്നു. ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഫോർവേഡ് ചാർജ് ആണെങ്കിൽ ടൈം ലിമിറ്റ് പറഞ്ഞപ്പോ ഓൾറെഡി ഗുഡ് സെൻഡ് ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസ്ഡ് കൺസൈൻമെന്റ് ആണെങ്കിൽ, ഗുഡ് സെൻഡ് ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസ്ഡ് കൺസൈൻമെന്റ് ആണെങ്കിൽ കൺസൈനി ആക്സെപ്റ്റ് ചെയ്യുന്ന വിത്തിൻ 6 months ആണെങ്കിൽ ആ 6 month ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. അതാണ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. അതല്ല കൺസൈനി ആക്സെപ്റ്റ് ചെയ്യുന്നത് ബിയോണ്ട് 6 months ആണെങ്കിൽ എന്നാണോ 6 months വരുന്നത് ആ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. ടൈം ഓഫ് സപ്ലൈ മീൻ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. ഇനി ക്വസ്റ്റ്യനിൽ വായിക്കുമ്പോ A send goods to Mr. B on approval based on 20th January. Find time of supply in the following independent cases. First one, Mr. B accept the goods on 10th February. നിങ്ങൾ നോക്കുമ്പോൾ ഡേറ്റ് ഓഫ്
date of sending of goods 20th January. Date of removal, so date of acceptance is equal to date of acceptance mean 10th February. ഈ ആക്സെപ്റ്റൻസ് വിത്തിൻ 30 days വിത്തിൻ 6 month ആണ് നോക്കുക, വിത്തിൻ 6 month ആണ്. അതുകൊണ്ട് ആ ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ഡേറ്റ് ആണ്, ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ഡേറ്റ് ആണ് 10th February ആണ് ടൈം ഓഫ് സപ്ലൈ ആയി എടുക്കേണ്ടത്. രണ്ടാമത്തിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്യുമ്പോൾ ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന 20 January ആണ്. ആക്സെപ്റ്റ് ചെയ്യുന്ന എന്നാണ് 1st September. മോർ ദാൻ എന്നാണ് 6 month. നിങ്ങൾ നോക്കുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ജൂലൈ 20 ആണ് 6 മാസം. നെക്സ്റ്റ് ഡേ ജൂലൈ 20 ആണ് 6 മാസം. നെക്സ്റ്റ് ഡേ മീൻ 21 ജനുവരി, 21 ജൂലൈ. 21 ജൂലൈ ആണ് ടൈം ഓഫ് സപ്ലൈ. റിവൈൻഡ് ചെയ്യാം. ഗുഡ് സെൻഡ് ചെയ്യുന്ന 20 January ആണ്. ആക്സെപ്റ്റ് ചെയ്യുന്ന 6 മാസം കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ 6 മാസം കഴിഞ്ഞ് വരും നെക്സ്റ്റ് ഡേ മീൻ 6 മാസം നിങ്ങൾ നോക്കുമ്പോൾ 20 January ആകുമ്പോൾ കൗണ്ട് 20 January ആയിരിക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 20 6 മാസം. നെക്സ്റ്റ് ഡേ മീൻ 21 ജനുവരി, 21 ജൂലൈ 2020 ആണ് ആ ട്രാൻസാക്ഷന്റെ ടൈം ഓഫ് ഇൻവോയ്സ് അല്ലെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ആയി എടുക്കേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മിസ്റ്റർ ബി റിട്ടേൺ ദി ഗുഡ്സ് ഓൺ 10th February 2020. 20 January ഗുഡ്സ് സെൻഡ് ചെയ്തു. കൺസൈനിയായ പാർട്ടി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, റിട്ടേൺ ചെയ്തു. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, റിട്ടേൺ ചെയ്യുന്നെങ്കിൽ ആ റിട്ടേൺ ചെയ്യുന്ന ഡേറ്റ് വിത്തിൻ 6 month കൊണ്ടാണ്. ഒരു ആക്സെപ്റ്റൻസ് വരുന്നില്ല. ആക്സെപ്റ്റൻസ് വരാത്ത കാരണം കൊണ്ട് 6 മാസത്തിന്റെ ഉള്ളിൽ ആക്സെപ്റ്റൻസ് വരാത്ത കാരണം കൊണ്ട് മൂന്നാമത്തെ കേസിൽ there is no time of supply. മൂന്നാമത്തെ കേസിൽ there is no time of supply. നാലാമത്തെ കേസിൽ കൺസൈനി ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന 1st September. ഇവിടെ നോക്കുമ്പോൾ ഓൾറെഡി റിട്ടേൺ ചെയ്യുന്ന ഡേറ്റ് 6 മാസം കഴിഞ്ഞിട്ടാണ്. 6 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഓൾറെഡി പറഞ്ഞത് ഗുഡ്സ് സെൻഡ് ചെയ്ത് 6 മാസം കൊണ്ട് ആക്സെപ്റ്റൻസ് വരുന്നില്ല എങ്കിൽ 6 മാസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എന്താണ് ടൈം ഓഫ് സപ്ലൈ. അങ്ങനെയാണെങ്കിൽ ആ ലാസ്റ്റ് കേസ് റിട്ടേൺ ചെയ്യുമ്പോൾ 20 January ഗുഡ്സ് സെൻഡ് ചെയ്തു. 21 ജൂലൈയിൽ ആ മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് വിറ്റതായിട്ട് ടൈം ഓഫ് സപ്ലൈ വരും. കാരണം 6 മാസം കൊണ്ട് ആക്സെപ്റ്റൻസ് വരുന്നില്ല. അങ്ങനെ ഓൾറെഡി എ എന്ന് പറയുന്ന പാർട്ടി ബിക്ക് ഈ ഗുഡ്സ് വിറ്റതായി കാണിക്കേണ്ട ഡേറ്റ് ആണ് 21 ജൂലൈ ആണ്. അത് കഴിഞ്ഞാൽ മിസ്റ്റർ ബി എന്ന് പറയുന്ന പാർട്ടി റിട്ടേൺ ചെയ്തു. ആർക്ക്? മിസ്റ്റർ എക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ ഓൾറെഡി സെയിൽ കാണിച്ചതാണ്. റിട്ടേൺ ചെയ്യുമ്പോൾ 1st September 2020 മിസ്റ്റർ ബി എന്ന് പറയുന്ന പാർട്ടി മിസ്റ്റർ എക്ക് സെയിൽസ് ആയി വേറെ രണ്ട് ടൈം ഓഫ് സപ്ലൈ വരും. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ 2 ടൈം ഓഫ് സപ്ലൈ വരും. ഫസ്റ്റ് റിവൈൻഡ് ചെയ്യാം. ഫസ്റ്റ് പറയുന്നത് 20th January ഗുഡ്സ് എ എന്ന് പറയുന്ന പാർട്ടി കൺസൈൻമെന്റ് പ്രകാരം ബിക്ക് അയച്ചു. ബി 6 മാസം കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. 6 മാസം കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാത്ത കാരണം കൊണ്ട് 6 മാസം എക്സ്പയറി ആകുന്ന ഡേറ്റിൽ മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് വിറ്റതായിട്ട് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് അതാണ്. അതുകൊണ്ട് കറസ്പോണ്ടിങ് വിറ്റതായിട്ട് അസ്യൂം ഡീം ചെയ്യും. 21 ജൂലൈയിൽ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് വന്നു. അങ്ങനെ ഓൾറെഡി ലോ പ്രകാരം ആ ഗുഡ്സ് ആരതാണ്? മിസ്റ്റർ ബിയുടെ ഗുഡ്സ് ആണ്. അങ്ങനെ മിസ്റ്റർ ബി സെപ്റ്റംബറിൽ ആർക്ക് കൊടുത്തു? മിസ്റ്റർ എക്ക് റിട്ടേൺ ചെയ്തു. ആ മിസ്റ്റർ ബി എക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ മിസ്റ്റർ ബി റിട്ടേൺ ചെയ്യും മിസ്റ്റർ ബിയുടെ സെയിൽസ് ആയി കാണിക്കും. എന്ന് റിട്ടേൺ ചെയ്യുന്ന അന്ന് 1st September 2020 മിസ്റ്റർ ബി മിസ്റ്റർ എക്ക് വിറ്റതായി കാണിക്കും. അവിടെയും ടൈം ഓഫ് സപ്ലൈ വരും 1st September ആണ്. 2 കേസ് വരും. ചെയ്ത് നോക്കൂ. ഡൗട്ട് നീ പറയും. 10th question
10th ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഡൗട്ട് നീ പറയട്ടാ. 10th ക്വസ്റ്റ്യൻ ചെയ്യാം. ഡൗട്ട് ഞാൻ റിവൈൻഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 10 ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ റിവൈൻഡ് ചെയ്യാം. ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, ബാക്കി 3 പോയിന്റ് ചെയ്യൂ. ബാക്കി വരെ 3 പോയിന്റ് ചെയ്യൂ. ബാക്കി 4ാമത്തെ പോയിന്റ് ചെയ്തു തരാം. 3 പോയിന്റ് ചെയ്യാം. 4ാമത്തെ പോയിന്റ് ഞാൻ പറയാം. 3 പോയിന്റ് ചെയ്യാം. 4ാമത്തെ പോയിന്റ് ഞാൻ പറയാം. മൂന്ന് പോയിന്റ് കഴിഞ്ഞ് പറയാം. 3 പോയിന്റ് കഴിഞ്ഞാൽ പറയാം. 3 പോയിന്റ് കഴിഞ്ഞാൽ പറയാം. 4ാമത്തെ പോയിന്റ് ഞാൻ പറയാം. മൂന്ന് പോയിന്റ് കഴിഞ്ഞാൽ പറയട്ടാ. 3 പോയിന്റ് കഴിഞ്ഞാൽ പറയാം. 3 പോയിന്റ് കംപ്ലീറ്റ് ആയാ? ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടാ. 4ാമത്തെ പോയിന്റ് ഞാൻ പറയാം. ശ്രദ്ധിക്കും. 4ാമത്തെ പോയിന്റ് ഡൗട്ടിന് ശ്രദ്ധിക്കുക. ഡൗട്ടുള്ളവർ date of sending of goods. Date of sending of goods ആണ് 20th January 2021. ഇനി date of return mean first September 2021. ഓക്കെ, നിങ്ങൾ നോക്കുമ്പോൾ ഓൾറെഡി ഞാൻ ഈവനിങ്ങിൽ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞിരുന്നു, ഗുഡ്സ് ഞാൻ കൺസൈൻമെന്റ് പ്രകാരം സെൻഡ് ചെയ്യുമ്പോൾ 6 മാസം കൊണ്ട് കൺസൈനി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ 6 മാസം എക്സ്പയറി ആകുന്ന ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ റിട്ടേൺ ചെയ്യുന്നത് സെപ്റ്റംബറിലാണ്. 6 മാസം റിട്ടേൺ ചെയ്യുന്നില്ല, ആക്സെപ്റ്റൻസ് വരുന്നില്ല. കറസ്പോണ്ടിങ് ഗുഡ്സ് does not accept within 6 months. ആണ്. അത് 6 മാസം കൊണ്ട് ആക്സെപ്റ്റൻസ് ചെയ്യുന്നില്ല എങ്കിൽ ടൈം ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഡീംഡ് date of invoice is equal to എന്ന് പറഞ്ഞിരുന്നേ 6 മാസം എക്സ്പയറി ആകുന്ന അന്ന്. 6 മാസം എക്സ്പയറി ആകുന്ന മീൻ എക്സ്പയറി ആകുന്ന കറസ്പോണ്ട് എക്സ്പയറി ആകുന്ന 20-ാം തീയതി 6 മാസം ആകുന്ന എക്സ്പയറി മീൻ നെക്സ്റ്റ് ഡേ 21 ജൂലൈ 2021 അല്ലെങ്കിൽ 20 ഡേറ്റ്. അപ്പൊ ഒരു ടൈം ഓഫ് സപ്ലൈ ആയി. ഒരു ടൈം ഓഫ് സപ്ലൈ ആണ് ഈ ഡേറ്റ്. ടൈം ഓഫ് സപ്ലൈ 1 ആയി. ഈ ടൈം ഓഫ് സപ്ലൈ എന്താ? ടൈം ഓഫ് സപ്ലൈ മീൻ മിസ്റ്റർ എ എന്ന് പറയുന്ന പാർട്ടി സോൾഡ് ഗുഡ്സ് ടു ആർക്കാണ്? മിസ്റ്റർ ബി. ഇതാണ് കൺസെപ്റ്റ്. മിസ്റ്റർ ബിക്ക് വിറ്റതായി അസ്യൂം ചെയ്യും. മിസ്റ്റർ എ എന്ന് പറയുന്ന പാർട്ടി ഡേറ്റ് ഓഫ് ടൈമർ എന്താ? സെല്ലറായ പാർട്ടി 21 ജൂലൈ 2021 ഈ ട്രാൻസാക്ഷൻ സെയിലായി കാണിക്കണം. മീൻ 21 ജൂലൈ കഴിഞ്ഞാൽ അടുത്ത മാസം 10th ഓഗസ്റ്റോട് കൂടി GSTR 1 കാണിക്കണം. 20th ഓഗസ്റ്റോട് കൂടി GSTR 3 പ്രകാരം ടാക്സ് അടക്കമാണ്. ഓൾറെഡി സെയിലായി കാണിച്ചു. ഇനി ഇപ്പൊ ഗുഡ്സ് സെയിലായി കാണിക്കുമ്പോൾ ലോ പ്രകാരം ഈ ഗുഡ്സിന്റെ ഓണർ ആരാണ്? മിസ്റ്റർ ബി ആണ്. ആക്ച്വലി ഓണർ. ഇനി രണ്ടാമത് പറയുന്നത് മിസ്റ്റർ ബി എന്ന് പറയുന്ന പാർട്ടി ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ ഗുഡ്സ് റിട്ടേൺ ടു
മിസ്റ്റർ എ ആണ്. മിസ്റ്റർ എ റിട്ടേൺ ചെയ്യുമ്പോൾ ഓൾറെഡി ഗുഡ്സിന്റെ ഓണർ ആരാണ്? ലോ പ്രകാരം പ്രസ് ലീഗൽ നോക്കുമ്പോൾ മിസ്റ്റർ ബി ആണ്. മിസ്റ്റർ ബി എന്ന് പറയുന്ന ലീഗൽ ഓണർ മിസ്റ്റർ എ റിട്ടേൺ ചെയ്യുമ്പോൾ ലോ പ്രകാരം അത് സെയിൽസ് ആണ്, സെയിലാണ്. അങ്ങനെയാകുമ്പോൾ ആ സെയിൽസ് ടൈം ഓഫ് സപ്ലൈസ്, രണ്ടാമത്തെ ടൈം ഓഫ് സപ്ലൈസ് ഈക്വൽ ടു ഡീംഡ് സെയിൽസ് ആണ്. ഡീംഡ് സെയിൽസ് ആകുമ്പോൾ ആ ട്രാൻസാക്ഷൻ ടൈം ഓഫ് സപ്ലൈ മീൻ ആക്ച്വൽ സെയിൽ ഡേറ്റ് എന്ന റിട്ടേൺ മീൻ 1 സെപ്റ്റംബർ 2020. രണ്ട് ടൈം സപ്ലൈ ആയി. രണ്ട് കേസ്, ഒന്ന് മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് കൺസൈൻമെന്റ് പ്രകാരം അയച്ചു കൊടുക്കുമ്പോൾ 6 മാസം കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാത്ത കാരണം കൊണ്ട് ആ എക്സ്പയറി ആകുന്ന ഡേറ്റ് ടൈം ഓഫ് സപ്ലൈ. ഒരു കേസ് മിസ്റ്റർ എ ടു മിസ്റ്റർ ബി. രണ്ടാമത് മിസ്റ്റർ ബി എന്ന് പറയുന്ന പാർട്ടി മിസ്റ്റർ എക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ ഓൾറെഡി ലീഗലി മിസ്റ്റർ ബി ആ ഗുഡ്സിന്റെ ഓണർ ആണ്. കാരണം GST പ്രകാരം മിസ്റ്റർ എ എന്ന് പറയുന്ന പാർട്ടി മിസ്റ്റർ ബി സെയിൽസ് ആയി കാണിച്ചിട്ടുണ്ട്. മിസ്റ്റർ ബി ഓണർ ആണ്. ഓണറായ ഞാൻ ഒരു പാർട്ടി ഗുഡ്സ് കൊടുക്കുമ്പോൾ ലോ എന്താണ്? സെയിൽസ് ആണ്. ആ സെയിലായി കാണിക്കും. മിസ്റ്റർ എക്ക് സെയിലായി കാണിക്കാൻ ഡേറ്റ് ഇസ് ഈക്വൽ ടു 1/9/2021. ഡൗട്ട് നീ പറയും, കൺഫേം ചെയ്യും. ഓക്കെ ആണ് ആ പോയിന്റ്? ഓക്കെ. ഇനി 11 പറഞ്ഞാണ്, 12 പറഞ്ഞതാണ്, 13 നോക്കും. 13 ആ ഇൻട്രസ്റ്റിന്റെ കേസാണ്. വാല്യൂ അഡിഷൻ. 13 കേസ് വാല്യൂ അഡിഷൻ ആണ്. വാല്യൂ അഡിഷൻ ശ്രദ്ധിക്കാം. Mr. X being a supplier receive consideration in the month of September 2020 instead of due date of July. July കിട്ടേണ്ട എമൗണ്ട് ആയിരുന്നു, ആക്ച്വലി കിട്ടുന്ന സെപ്റ്റംബർ മാസത്തിലാണ്. For such delay he is eligible to receive interest amount of ₹1000 and such amount is received on 15/12/2020. Find time of supply for the interest portion and due date of payment mean. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, രണ്ട് കേസിലും ഗുഡ്സ് വിൽക്കുമ്പോൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് എമൗണ്ട് കിട്ടുമ്പോൾ റെസിപ്പിയന്റെ കയ്യിൽ നിന്നും വാല്യൂ അഡിഷൻ ആയിട്ട് ഇൻട്രസ്റ്റോ ലേറ്റ് ഫീയോ പെനാൽറ്റി എമൗണ്ടോ വാങ്ങുന്നുണ്ടെങ്കിൽ ആ പെനാൽറ്റി എമൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നു എന്നാണോ ആക്ച്വലി കിട്ടുന്നത്, ആ കിട്ടുന്ന ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ. അങ്ങനെയാണെങ്കിൽ സെല്ലർ ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ സെല്ലർ ആയിട്ടുള്ള മിസ്റ്റർ എക്സ് ഈ 1000 എമൗണ്ട് സെയിലായി കാണിക്കുന്ന ടൈം ഓഫ് സപ്ലൈ ഇസ് ഈക്വൽ ടു ഡേറ്റ് ഓഫ് റെസിപ്റ്റ് മീൻ 15/12/2020. അപ്പൊ സെല്ലറായ പാർട്ടി 15/12/2020 സെയിൽസ് ആയി കാണിച്ചു. അത് സെയിൽസ് ആയി കാണിച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ടിന്റെ ടാക്സ് അടയ്ക്കേണ്ട ഡ്യൂ ഡേറ്റ് എന്നായിരിക്കും ഫെബ്രുവരി കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആണ്. ഫെബ്രുവരി മാസത്തിൽ ഒരു സെയിൽ കാണിച്ചാൽ ആ ട്രാൻസാക്ഷന്റെ ടാക്സ് അടക്കാനുള്ള ഡ്യൂ ഡേറ്റ് ആണ് 20 ജാനുവരി 2020. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആണ് ടൈം ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈ മീൻ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് 15/12/2020. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ് മീൻ 20 ജനുവരി 2021. പെട്ടെന്ന് ചെയ്യും. ഓക്കെ, ഏതാണ് രാഹുൽ, ഏത് വണ്ടി? സെയിം ക്വസ്റ്റ്യൻ ആണോ?
ഈ സെയിം ക്വസ്റ്റ്യൻ അല്ലേ? സെയിം ക്വസ്റ്റ്യൻ ഒന്നും സെയിം ക്വസ്റ്റ്യൻ നോക്കുക. ഓൾറെഡി ജൂലൈ മാസത്തിൽ കിട്ടേണ്ട പേയ്മെന്റ് ആണ്. കറസ്പോണ്ടിങ് കൺസിഡറേഷൻ കിട്ടിയുടെ ക്വസ്റ്റ്യൻ റിസീവ്സ് കൺസിഡറേഷൻ ലാസ്റ്റ് കേട്ടാ. Mr. X being a supplier receive consideration in the month of September 2020 instead of due date of July. For such delay, he is eligible to receive an interest amount of 1,000. Such interest amount question വായിക്കുമ്പോൾ example 1 lakh amount ആണ് GST ഉൾപ്പെടെയുള്ള amount. GST ഉൾപ്പെടെയുള്ള കിട്ടാനുള്ള amount 1 lakh ആണ്. അസ്യൂം ചെയ്യാം. GST ഉൾപ്പെടെ എക്സാമ്പിൾ 90,000 ബിൽ amount, GST 10,000, ടോട്ടലി കിട്ടാനുള്ള amount 1 lakh ആണ്. ഈ 1 lakh amount കിട്ടാനുള്ള ഡേറ്റ് ജൂലൈയിലാണ്. പക്ഷെ ഈ 1 lakh amount കിട്ടുന്ന സെപ്റ്റംബർ 1 lakh കിട്ടുന്ന സെപ്റ്റംബറിലാണ്. പക്ഷെ ഓൾറെഡി സെപ്റ്റംബർ ഒരു മന്ത് ഡിലേ വന്നു. ആ മന്തിന്റെ ഡിലേക്ക് കിട്ടേണ്ട ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടുന്നത് എന്നാണ് 15 ഫെബ്രുവരിയാണ് കൺസെപ്റ്റ്. അപ്പൊ ഇൻട്രസ്റ്റ് പാർട്ട് കിട്ടുന്നത് 15 ഡിസംബർ ആണ്. ആ 15 ഡിസംബർ ആണ് ടൈം ഓഫ് സപ്ലൈ. സപ്ലയർ ആയ പാർട്ടി ഇൻട്രസ്റ്റ് എമൗണ്ടോ ലേറ്റ് ഫീയോ പെനാൽറ്റിയോ അതർ എമൗണ്ടോ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഡേറ്റ് ആണ് സെയിൽ ഡേറ്റ് ആയി ടൈം ഓഫ് സപ്ലൈ ആയി കാണിക്കേണ്ടത്. അങ്ങനെ ഈ സെയിം പാർട്ടി സപ്ലൈ ആയി കാണിക്കുന്ന ഡേറ്റ് 15 ഡിസംബറിലാണ്. ഡിസംബർ മന്തിൽ സെയിലായി കാണിച്ചാൽ അടുത്ത മാസമായ 20 ജാനുവരി 2021 ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടാ. ഓൾറെഡി സർവീസ് പറഞ്ഞപ്പോൾ ഒന്നെങ്കിൽ ഫോർവേഡ് ചാർജ് ആവും. ഫോർവേഡ് ചാർജ് ആണെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ആയി വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് ബില്ല് കൊടുക്കുന്നെങ്കിൽ ഒരു ഓപ്ഷൻ, അല്ല എങ്കിൽ വേറെ ഓപ്ഷൻ. രണ്ടാമത്തെ RCM ആണെങ്കിൽ ഓൾറെഡി ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓർ ഡേറ്റ് 60 ഡേയ്സ്, ആ കൺസെപ്റ്റ്. ഇനി മൂന്നാമത്തെ കൺസെപ്റ്റ് ആണ് സെയിം ഞാൻ പറയാം. മൂന്നാമത്തെ കൺസെപ്റ്റും 3ഉം 4ഉം 5ാമത്തെ പോയിന്റ് സെയിം ആണ്. ഗുഡ്സ് പ്രകാരം സെയിം. എക്സാമ്പിൾ നിങ്ങൾ ഒരു റെസ്റ്റോറന്റ് പോയി ഫുഡ് കഴിക്കുമ്പോൾ, റെസ്റ്റോറന്റ് മീൻസ് സർവീസ് ആണ്. ഫുഡ് കഴിക്കുമ്പോൾ ആ പാർട്ടി നിങ്ങൾ ഒരു 5,000 ഫുഡ് കഴിച്ചു. ആ പാർട്ടി നിങ്ങൾക്ക് അത് കൂപ്പൺ തരും. കൂപ്പൺ ബില്ലടക്കുമ്പോൾ കൂപ്പൺ തരും. ഒരു 500 രൂപയുടെ കൂപ്പൺ കിട്ടി. ആ കൂപ്പൺ കാർഡ് പ്രകാരം പറയും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റം മീൻ ബ്രോസ്റ്റ് മാത്രം കഴിക്കാം. 500 രൂപയുടെ ബ്രോസ്റ്റ് കഴിക്കാം. അങ്ങനെ ഓൾറെഡി സർവീസ് മീൻ ആ ഐറ്റം സ്പെസിഫൈഡ് ആണെങ്കിൽ കൂപ്പൺ കാർഡ് എന്നാണോ ഇഷ്യൂ ചെയ്യുന്നത് ആ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ. സെയിം ലോജിക്, ഒരു മാറ്റമില്ല. അവിടെയും പറഞ്ഞ സെയിം ആയിരുന്നു. ഓൾറെഡി ഗുഡ്സ് വാങ്ങുമ്പോൾ ആ ഗുഡ്സിനോട് കൂടി മേ ബി കൂപ്പൺ കാർഡോ വൗച്ചറോ കിട്ടാം. പ്രോഡക്റ്റ് ആർ ഐഡന്റിഫയബിൾ ആണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ. പ്രോഡക്റ്റ് ആർ നോട്ട് ഐഡന്റിഫയബിൾ ആണെങ്കിൽ എന്തായിരുന്നു? പ്രോഡക്റ്റ് ആർ നോട്ട് ഐഡന്റിഫയബിൾ ആണെങ്കിൽ ഡേറ്റ് ഓഫ്. ഇവിടെയും സെയിം കൺസെപ്റ്റ്. ഇവിടെ സർവീസ് ആണ്. സർവീസ് ആകുമ്പോൾ കൂപ്പൺ കാർഡ് കിട്ടും. ആ കൂപ്പൺ കാർഡ് പ്രകാരം സർവീസ് പറയും ഇന്ന ഐറ്റംസ് കഴിക്കാൻ പറ്റും, സ്പെസിഫൈ ചെയ്യും. ആ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്പെസിഫൈ ചെയ്യുന്ന കൂപ്പൺ കാർഡ് ടൈം ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് കൂപ്പൺ കാർഡ്. അതല്ല സർവീസ് സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിൽ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് കൂപ്പൺ കാർഡ്. സെയിം കൺസെപ്റ്റ് പറയാൻ പോകുന്നില്ല. രണ്ടാമത്തെ, ഒരു ഓഡിറ്ററായ പാർട്ടി, ഞാൻ എക്സാമ്പിൾ ഒരു ഓഡിറ്ററായ ഞാൻ സർവീസ് പ്രൊവൈഡ് ചെയ്തു. മേ ബി ക്രെഡിറ്റിനായിരിക്കും. ഞാൻ 3 മാസം കൊണ്ട് പേയ്മെന്റ് ഡ്യൂ ഡേറ്റ് പറയും. റെസിപ്പിയന്റ് ആയ പാർട്ടി സർവീസ് ഒബ്റ്റെയിൻ ചെയ്തു. 3 മാസം കൊണ്ട് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് തരുന്നില്ല എങ്കിൽ പേയ്മെന്റ് തരുമ്പോൾ ഞാൻ മേ ബി ഇൻട്രസ്റ്റോ ലേറ്റ് ഫീയോ പെനാൽറ്റി എമൗണ്ടോ വാങ്ങാം. അങ്ങനെ ഇൻട്രസ്റ്റോ ലേറ്റ് ഫീയോ പെനാൽറ്റി എമൗണ്ടോ വാങ്ങുന്നുണ്ടെങ്കിൽ ആ വാങ്ങുന്ന ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ലേറ്റ് ഫീ സപ്ലയർ ആയ ഞാൻ ഇൻകം ആയിട്ട് സെയിൽസ് ആയി കാണിക്കേണ്ട ഡേറ്റ് ഈസ് ഈക്വൽ ടു
date of receipt of that amount, date of receipt of that amount, same logic. For the same consider goods name, service name, same point ആണ്. അഞ്ചാമത്തെ കേസ് റെസിജ്വൽ കേസ്. റെസിജ്വൽ കേസ് മീൻ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഫോർവേഡ് ചാർജ് ആയിരിക്കാം, അല്ലെങ്കിൽ റിവേഴ്സ് ചാർജ് ആയിരിക്കാം, അല്ലെങ്കിൽ ബി കൂപ്പൺ അല്ലെങ്കിൽ ലേറ്റ് ഫീ. ഈ ഓപ്ഷൻ പ്രകാരം സർവീസിന് ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ടൈം ഓഫ് സപ്ലൈ ഏർലിയർ ഓഫ് ദി date of payment of date of filing of periodical statement or date of payment whichever is earlier. ഇതാണ് സെയിം കൺസെപ്റ്റ്. ഒരു അതുകൊണ്ടാണ് ഞാൻ പോയിന്റ് നമ്പർ 3, പോയിന്റ് നമ്പർ 4, പോയിന്റ് നമ്പർ 5 എക്സ്ട്രാ പറയാത്ത കേസ്. ഓക്കെ, ഇനി ജസ്റ്റ് പറയാം ഒരു ഏരിയ, ജസ്റ്റ് ചെറിയ ഏരിയകളുള്ളൂ നോക്കട്ടെ, ഒരു ഏരിയ. ഇനി നോർമലി എക്സാം ഒബ്ജക്റ്റീവ് നോർമലി ഒരു ബാങ്കിങ് കമ്പനിയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയാണ്. ഒരു ഇൻഷുറൻസ് കമ്പനി ഒന്നെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഈ പാർട്ടി നോർമലി അവർ സർവീസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വിത്തിൻ 45 ഡേയ്സ് കൊണ്ട് ഇൻവോയ്സ് കൊടുക്കണം. അതല്ല ഈ സെയിം പാർട്ടി അല്ലാത്ത മറ്റുള്ള പാർട്ടി മേ ബി നോർമൽ സപ്ലയർ ആയിരിക്കാം, ഓഡിറ്റർ ആയിരിക്കാം, റിപ്പയർ ചെയ്യുന്ന മെക്കാനിക് ആയിരിക്കും. ഇങ്ങനെ നോർമൽ സപ്ലയർ ആണെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ആയി വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് സെക്ഷൻ നമ്പർ 31(2) പ്രകാരം ഇൻവോയ്സ് കൊടുക്കൽ ടൈം ലിമിറ്റ് ആണ്. ഇൻവോയ്സ് കൊടുക്കാൻ ടൈം ലിമിറ്റ് ആണ് വിത്തിൻ എ പീരീഡ് ഓഫ് 30 ഡേയ്സ് ആണ്. നോർമലി വർക്ക് കംപ്ലീറ്റ് ആയി വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് നോർമലി സപ്ലയർ ആയ പാർട്ടി ഇൻവോയ്സ് കൊടുക്കണം. ഇൻ സെയിം ടൈമിൽ സർവീസ് പ്രൊവൈഡർ ആയ പാർട്ടി ഇൻഷുറൻസ് കമ്പനിയോ ബാങ്കിങ് കമ്പനിയോ ഫിനാൻഷ്യൽ ഇൻക്ലൂഡിംഗ് NBFC ആണെങ്കിൽ ഈ സെയിം പാർട്ടി ഇൻവോയ്സ് കൊടുക്കൽ ടൈം ലിമിറ്റ് ആണ് വിത്തിൻ എ പീരീഡ് ഓഫ് 45 ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് സർവീസ്. ഇവിടെ പറയണ്ടാവും ആസ് പെർ റൂൾ നമ്പർ 47 ടാക്സ് ഇൻവോയ്സ് need to be issued within 30 days from date of completion of service. However, in case of service provider is an insurance company, banking company, insurance company, banking company, financial institution, invoice should be issued within 45 days from the date of providing service. ഇതാണ് കൺസെപ്റ്റ്. ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ബാങ്ക് കമ്പനിയോ ഇൻഷുറൻസ് കമ്പനിയോ അതർ NBFC ആണെങ്കിൽ ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂവൻസ് മാക്സിമം ടൈം ലിമിറ്റ് ആണ് വിത്തിൻ 45 ഡേയ്സ്. നോർമൽ കൺസെപ്റ്റ് ആണ് വിത്തിൻ എ പീരിയഡ് ഓഫ് 30 ഡേയ്സ്. ഒന്ന് വായിച്ചു നോക്കൂ, ഡൗട്ട് പറയാം ഏതെങ്കിലും പോയിന്റ്. ഈ ചാപ്റ്റർ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം 8 മാർക്കോളം വെയിറ്റേജ്, മിനിമം 8 വെയിറ്റേജ് കിട്ടും. സിമ്പിൾ ചാപ്റ്റർ, ഫുള്ളി ഡേറ്റ് ആണ്. അത് കാണാൻ പഠിച്ചിട്ട് കാര്യമില്ല. ലോജിക് ക്ലിയർ, എന്താണ് കൺസെപ്റ്റ് നോക്കണം. സപ്ലയർ ആയ പാർട്ടി ഏത് ഡേറ്റ് ആണ് സെയിൽ ഡേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഗുഡ്സ് വിൽക്കുമ്പോൾ 5 കേസ്, സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ 5 കേസ്. അതിൽ ഗുഡ്സിന്റെയും സർവീസിന്റെയും പോയിന്റ് നമ്പർ 3, പോയിന്റ് നമ്പർ 4, പോയിന്റ് നമ്പർ 5 സെയിം ആണ്. മാറ്റം വരുന്ന ഏരിയ ഗുഡ്സ് വിൽക്കും ഫോർവേഡ് ചാർജ് ആണെങ്കിൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ്, ഗുഡ്സ് വിൽക്കുമ്പോൾ റിവേഴ്സ് ചാർജ് ആണെങ്കിൽ only earlier of following 3 date of receipt of goods, date of payment, date immediately 30 days. അതല്ല ഇൻ കേസ് ഓഫ് സർവീസ് ആണെങ്കിൽ ഫോർവേഡ് ചാർജ് ആണെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ആയി വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് ഇൻവോയ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഓർ ഡേറ്റ് ഓഫ് പേയ്മെന്റ്.
വർക്ക് കംപ്ലീറ്റ് ആയി വിത്തിൻ 30 days കൊണ്ട് ഇൻവോയ്സ് കൊടുക്കുന്നില്ല എങ്കിൽ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓർ ഡേറ്റ് ഓഫ് പേയ്മെന്റ്. അതല്ല കറസ്പോണ്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ RCM ആണെങ്കിൽ സിമ്പിൾ ആണ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓർ ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി 60 days. ഇതാണ് കൺസെപ്റ്റ്. അത് സിമ്പിൾ ആണ്. കൂപ്പണിന്റെ കേസ് സിമ്പിൾ ആണ്. റെഡി ഓൾറെഡി ഐഡന്റിഫൈബിൾ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് കൂപ്പൺ, ഐഡന്റിഫൈബിൾ ഡേറ്റ് ഓഫ് റിഡംഷൻ, ഇൻട്രസ്റ്റ് ആൻഡ് ഡേറ്റ് ഓഫ് റിസീപ്റ്റ്. ഇതാണ് ചാപ്റ്ററിന്റെ ടോട്ടൽ ഓവറോൾ ഏരിയ. ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് റിക്വയർമെന്റ് വരുന്ന ഐറ്റം. ഇപ്പൊ ഗുഡ്സ് വിൽക്കുമ്പോൾ ഫോർവേഡ് റിവേഴ്സ് ചാർജ് ആണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് സീരിയൽ നമ്പർ ദെൻ 3 കോളമാണ് മിനിമം. ലാസ്റ്റ് കോളമാണ് ടൈം ഓഫ് സപ്ലൈ. അതല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇൻ കേസ് റിവേഴ്സ് ചാർജ് ആണെങ്കിൽ 2 മിനിമം ഐറ്റം ഡേറ്റ് ഓഫ് എന്താ ഡേറ്റ് ഓഫ് പേയ്മെന്റ് വേണം, ഡേറ്റ് 60. അതുപോലെ നിങ്ങൾ കോളം ചെയ്യുകയാണെങ്കിൽ ആൻസർ മിസ്റ്റേക്ക് വരാൻ ചാൻസ് കുറവാണ്. കൺഫേം ചെയ്യും പോയിന്റ്. കൺഫേം ചെയ്യും. ഓക്കെ ആണോ? ഏരിയ ഓക്കെ ആണോ? കൺഫേം ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. ചാപ്റ്റർ എടുക്കാനുള്ള ഏരിയ ടൈമിൽ ഇനി നാളെ ഞാൻ എടുക്കും വാല്യൂ ഓഫ് സപ്ലൈ. ടൈം അല്ല സോറി, ടൈം എടുത്തു. വാല്യൂ വാല്യൂ എടുക്കാം. വാല്യൂ ഓഫ് സപ്ലൈ കവർ ചെയ്യാം. വാല്യൂ ഓഫ് സപ്ലൈ കവർ ചെയ്യാം കേട്ടോ. ഓക്കെ, ടുഡേ വൈൻഡപ്പ് ചെയ്യാം. 8:46 ടൈം ഉണ്ടാവില്ല. ടുഡേ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നാളെ എടുക്കട്ടോ. ഓക്കെ, ടുഡേ വൈൻഡപ്പ് ചെയ്യാം.